നമസ്കാരം. പത്മകുമാർ ഉൾപ്പെടെയുള്ള ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ച് ഇന്ന് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ ജാമ്യം നിഷേധിക്കുന്നതിന് കാരണമായി കോടതി പറയുന്നത് പ്രതി പത്മകുമാർ രാഷ്ട്രീയ സ്വാധീനമുള്ളയാളാണ് എന്നാണ്. ഇപ്പോഴും പത്മകുമാറിനെതിരെ പാർട്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പ്രതിയുടെ സ്വാധീനത്തെക്കുറിച്ച് കോടതി ചൂണ്ടിക്കാട്ടുമ്പോൾ CPM-ന് എന്താണ് പറയാറുള്ളത്? പോറ്റിയെ കണ്ട കാര്യം കടകംപള്ളി തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കും. പോറ്റിയുമായി മന്ത്രിക്ക് എന്താണ് ബന്ധം? കടകംപള്ളിക്കെതിരെയുള്ള കോൺഗ്രസ് പോരാട്ടത്തിന് അടൂർ പ്രകാശാണോ CPM-ന്റെ പരിച? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി CPM വക്താവ് ഡോക്ടർ PK ഗോപൻ, കോൺഗ്രസ് വക്താവ് സേനാപതി വേണു, ഫല നിരീക്ഷകൻ ഷാബു പ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദ് എന്നിവർ. ആദ്യം സേനാപതി വേണുവിലേക്ക്. സേനാപതി വേണു, താൻ പോയ കാര്യം സമ്മതിക്കുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ എത്ര പ്രാവശ്യം പോയി, എന്തിനാണ് പോയതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് തുടക്കം മുതൽ ഈ സ്വർണ്ണക്കൊള്ള വിവാദം കടകംപള്ളിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട് കടകംപള്ളി. അപ്പോൾ CPM-ന് പറഞ്ഞു നിൽക്കാനുള്ള ഒരൊറ്റ വഴി അടൂർ പ്രകാശും ഈ പോറ്റിയുടെ ലിസ്റ്റിലുള്ള ആളാണ് എന്നാണ്. നിങ്ങൾ ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ കടകംപള്ളിക്കെതിരെ? അല്ല, ഇവിടെ അജിംസെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കടകംപള്ളി ദേവസ്വം മന്ത്രിയാണ്. ഈ ദേവസ്വം ബോർഡും ദേവസ്വം ക്ഷേത്രങ്ങളും എല്ലാം മന്ത്രി ഉൾപ്പെടുന്ന ശൃംഖലയിൽപ്പെട്ടതാണ്. അടൂർ പ്രകാശ് തന്ത്രിയുടെ വീട്ടിൽ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ തന്ത്രിയെ കണ്ടിട്ടുണ്ടാകാം. അടൂർ പ്രകാശിന് ഏതെങ്കിലും രീതിയിൽ അവിടെ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത്, ഇല്ലെങ്കിൽ അടൂർ പ്രകാശിനെ സന്ദർശിച്ചു എന്ന കാരണത്താൽ അവിടുന്ന് ദ്വാരപാലക പാളികളോ അല്ലെങ്കിൽ കട്ടൽ പാളിയോ പൊളിക്കാനായിട്ട് പറ്റുമോ? അപ്പോൾ മന്ത്രിയും ആയിട്ടുള്ള തൻ്റെ ബന്ധവും ആ സ്വാധീനവും അതാണ് ദേവസ്വം ബോർഡിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിന് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് അടൂർ പ്രകാശ് സന്ദർശിച്ചു എന്നതും മന്ത്രി സന്ദർശിച്ചു എന്നതും അത് ഒരേ രീതിയിൽ കാണരുത്. കാരണം അടൂർ പ്രകാശിന് ഈ കാലഘട്ടത്തിൽ അവിടെ ഒരു സ്വാധീനവും ചെലുത്താനായിട്ട് കഴിയത്തില്ല. കാരണം 3 ദേവസ്വം മന്ത്രിമാർ വന്നതാണല്ലോ. കടകംപള്ളിക്ക് ശേഷം ബഹുമാന്യായ ശ്രീ രാധാകൃഷ്ണൻ, അതിനുശേഷം എന്താ പറഞ്ഞേ ഇദ്ദേഹം VN വാസവൻ. അപ്പോൾ ഇവരെല്ലാം ഒരു ഭരണത്തിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവിടെ അടൂർ പ്രകാശിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സ്വാധീനം അവിടെ ചെലുത്തുവാനായിട്ട് കഴിയില്ല. അത് തന്നെയാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ മന്ത്രി എന്ന നിലയിൽ ഇതിന്റെ ഏറ്റവും വലിയ ചുമതലക്കാരൻ, അപ്പൊ തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടത് തന്ത്രിയുടെ ചില വീഴ്ചകൾ അല്ലെ അനുജ്ഞകളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതിനു മുകളിൽ ഈ കാര്യങ്ങൾക്ക് ഉത്തരവ് കൊടുത്തിട്ടുള്ള ആളാണ് മന്ത്രി. അപ്പൊ മന്ത്രിയുടെ സന്ദർശനം എന്ന് പറയുന്നത് അതില് കൂടുതൽ ഗൗരവമാണ്. അതിനെ അടൂർ പ്രകാശ് സന്ദർശിച്ചു എന്ന പരിച കൊണ്ട് CPM-കാർ നേരിട്ട് കഴിഞ്ഞാൽ ആ പരിച അത് നിൽക്കത്തില്ല. കാരണം ഇവിടെ ഇതിന് ഏറ്റവും അധികം സമാധാനം പറയാൻ, ഉത്തരവാദിത്വം പറയാൻ ബാധ്യസ്ഥനായ ഒരാളാണ് മന്ത്രി എന്നുള്ളത് കൊണ്ട് മന്ത്രി, അപ്പൊ അദ്ദേഹം പറയുന്നതിന് കേട്ടില്ലേ, ഗൺമാനോടൊപ്പമാണ് അവിടെ പോയിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടി അജിംസെ നമ്മൾ ശ്രദ്ധിക്കണം. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട് ഇത്രയും ദിവസങ്ങൾ ഈ തർക്കങ്ങൾ നിൽക്കുമ്പോൾ എന്നാൽ ഇദ്ദേഹം പറയണ്ടായിരുന്നോ? ഇദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ സത്യസന്ധതയോ മര്യാദയോ ഉണ്ടെങ്കിൽ ഇദ്ദേഹം പറയണ്ടായിരുന്നു, ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞാൻ ഗൺമാൻ എന്ന കൂട്ടിയാണ് പോയിരിക്കുന്നത്, അതിൻ്റെ അകത്ത് മറ്റൊരു ദുരുദ്ദേശവുമില്ല. അപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇത്രയും ദിവസങ്ങൾ സോണിയാഗാന്ധിയെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി CPM തയ്യാറെടുക്കുമ്പോൾ ആ മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടിരുന്ന ആള് ഗൺമാനുമൊത്ത് എവിടെയാണ് പോയത്? തന്ത്രിയുടെ വീട്ടിലാണ് പോയത്, അല്ലെങ്കിൽ തന്ത്രിയുടെ ആസ്ഥാനത്താണ് പോയത്. ആ കാര്യം ഇപ്പോഴാണ് ഇദ്ദേഹം എന്താ പറഞ്ഞ SIT-യുടെ അന്വേഷണം ഇത് പടിപടിയായി പോയി ഇനി അങ്ങോട്ട് പോകുന്നു. ED വന്നിരിക്കുന്നു, ചിലപ്പോൾ തൻ്റെ വീട്ടിലും കൂടെ റെയ്ഡ് ഉണ്ടാകും എന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ എത്ര നിർദോഷമായ രീതിയിലാണ് മുൻ മന്ത്രി പ്രതികരണവുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സംശയവും വേണ്ട, ഇവിടെ തന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താണോ അതിനേക്കാൾ 10 മടങ്ങ് ഉത്തരവാദിത്വമുള്ള മന്ത്രി നിൽക്കുന്നു. ആ മന്ത്രി അടൂർ പ്രകാശ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയൊരാൾ പ്രയാർ ഗോപാലകൃഷ്ണൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അജയ് തറയിൽ പോയിട്ടുണ്ട്, പണ്ട് രാമൻ നായർ പോയിട്ടുണ്ട് എന്ന കഥ പറഞ്ഞുകൊണ്ട് മന്ത്രിയുടെ ഉത്തരവാദിത്വം ഒഴിവാകാൻ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായ ആ ഡേറ്റിൽ ശബരിമല കയറിയ ആളല്ലല്ലോ ഈ പോറ്റി അതിനു മുമ്പ് കയറിയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്തെ പോറ്റി അവിടെയുണ്ട്. അപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം അധ്യക്ഷനായിരിക്കെ അവിടെ കയറിയ ആൾ കടകംപള്ളിയുടെ സ്വാധീനത്താലാണ് ഈ ശബരിമലയിൽ സ്വാധീനം വർദ്ധിപ്പിച്ചത് എന്ന് പറയുന്നത് എത്രമാത്രം ലോജിക്കലാണ്? അല്ല അജിംസെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് 2019 ശേഷമാണ് സ്വർണ്ണക്കൊള്ള നടന്നത്. അവിടെ സ്വർണ്ണക്കൊള്ള നടന്നില്ല എങ്കിൽ പോറ്റി ഇപ്പോഴും അതിൽ നടന്നോട്ടെ, ആർക്കും വിരോധമില്ലല്ലോ. അവിടുത്തെ പ്രശ്നം എപ്പോഴാണ് വന്നത്?
1919 19/7/2020 തീരില്ല. ഇപ്പോൾ അന്വേഷണത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് 2017 അതല്ലാതെ അതുപോലെ ഒരുപാട് കൊള്ള കഥകൾ ഇനിയും പുറത്തു വരാൻ പക്ഷേ വേണു, ഇവിടുത്തെ 2019 പ്രശ്നം എന്താണ്? മുമ്പുള്ള നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന കൊള്ളക്കഥകൾ വിഷയം ഇനിയും പുറത്തു സ്വർണ്ണക്കൊള്ളയെ വരാനുണ്ട്. കുറിച്ചാണ്. സ്വർണ്ണക്കൊള്ള എന്നാണ് നടക്കുന്നത്? 2019 ശേഷമാണ് നടക്കുന്നത്, ഇല്ല 2019 നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ ആരാണ് ഉത്തരവാദി? അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഉണ്ടായിരിക്കാം, ഇല്ല എന്നൊന്നും പറയുന്നില്ല. കാരണം പോറ്റി വളരെ വിളഞ്ഞ വിത്താണ്. ഈ അധികാരത്തിലിരിക്കുന്ന ആളുകളെയൊക്കെ സ്വാധീനിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചില ചെപ്പടി വിധികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താ? എന്നാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്? ആ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ ആരൊക്കെയാണ് ഉത്തരവാദികൾ? ആ ഉത്തരവാദികളായ ആളുകൾ, അവിടെ ലോജിക്കിന്റെ പ്രശ്നമില്ല. അവിടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദേവസ്വം മന്ത്രിക്കും ആ ദേവസ്വം ബോർഡിനുമാണ്, ആ ദേവസ്വം ബോർഡിലെ അംഗങ്ങളുമാണ്. അതല്ലാതെ പണ്ട് പോറ്റി അവിടെ വന്നപ്പോൾ ഇന്നയാൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു, മെമ്പറായിരുന്നു, ഞങ്ങൾ അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ഇവിടെ വളരെ കൃത്യമായ ഒരു കാര്യം, സ്വർണ്ണക്കൊള്ള എന്നാണ് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ക്രമക്കേട് എന്നാണ് നടന്നിരിക്കുന്നത്, അതിനുശേഷമുള്ള ആളുകൾ, അല്ലെങ്കിൽ അന്ന് വരെയുള്ള ആ ദിവസം മുതലുള്ള ആളുകൾ, അവരാണ് ഇതിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. അതിന്റെ പേരിൽ അടൂർ പ്രകാശിനെ സന്ദർശിക്കുന്നു, ഇല്ലെങ്കിൽ അടൂർ പ്രകാശ് വീട്ടിൽ പോയിട്ടുണ്ട്, അടൂർ പ്രകാശ് ബന്ധമുള്ള ആളാണ് എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല. ഇപ്പം നടത്തുന്ന അവകാശവാദങ്ങൾ അത് കേസിനെ അതിനെ വഴിതിരിച്ചുവിടാനും ജനശ്രദ്ധ തിരിച്ചുവിടാനും, അല്ലെങ്കിൽ എന്താ പറയുക, കൂടുതൽ ഈ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള നിലപാടാണ് ഇപ്പോൾ CPM സ്വീകരിക്കുന്നത്. അതുകൊണ്ട് പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ള ആള് അത് ദേവസ്വം മന്ത്രിയാണ്. ആ കാലഘട്ടത്തിലാണ് സ്വർണം പോയിട്ടുള്ളത്. ആ പോയിരിക്കുന്ന കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ, അത് പ്രസിഡന്റ്, മെമ്പർമാര്, മന്ത്രി ഉൾപ്പെട്ട ശൃംഖല, അവർ ഈ കാര്യത്തിൽ സമാധാനം പറയണം. ശരി. ശ്രീ PK ഗോപൻ, ഈ പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ ഒരു കാര്യം പറയുന്നുണ്ട്. പത്മകുമാറിനെ പറ്റി പറയുന്നു, ഫോമർ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് വെരി ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് ഹി വിൽ ബി റിലീസ്ഡ് ഓൺ ബെയിൽ. ഹി വുഡ് ഡെഫിനറ്റ്ലി ഇന്റർഫിയർ വിത്ത് ദി ഇൻവെസ്റ്റിഗേഷൻ ഇൻക്ലൂഡിംഗ് ദ റിക്കവറി ഓഫ് റിമൈനിങ് പാർട്ട് ഓഫ് ഗോൾഡ് അലീജ്ഡ് ടു ബി മിസ്അപ്രോപ്രിയേറ്റഡ്. അതായത് വളരെ സ്വാധീനമുള്ള ആളാണ്, അയാൾ അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാമ്യം നൽകാൻ കഴിയില്ല എന്നാണ്. എങ്ങനെയാണ് ആ സ്വാധീനം? ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണ് അയാൾ ഇപ്പോഴും. പാർട്ടി അയാളെ ഇതുവരെയും ഈ നിമിഷം പോലും തള്ളി പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയമായ ബാധ്യത ഈ കോടതി പരാമർശത്തിൽ നിങ്ങൾക്കുണ്ട് അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ. ശ്രീ PK ഗോപൻ. അല്ല, അതിൽ അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഞാൻ അതിലേക്ക് വരാം, ഒറ്റ ഉത്തരം കൊണ്ട് അതിലേക്ക് വരാം. ഞാൻ അതിനു മുമ്പ് ഈ സേനാപതി ഇവിടെ ഒരുപാട് ജാമ്യം എടുത്തു. കനകോലുവിൻ്റെ ക്യാപ്സൂൾ അതിന് മതിയാവത്തില്ല, ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് ശ്രീ സേനാപതി. കാരണം അങ്ങിവിടെ വാദിച്ച് ഉറപ്പിക്കാൻ പരിശ്രമിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് ഇതിൻ്റെ കക്ഷി, മന്ത്രി എന്ന തരത്തിൽ, തന്ത്രി പോലുമല്ല എന്നാണ് അങ്ങ് സ്ഥാപിക്കാൻ പരിശ്രമിക്കുന്നത്. രണ്ടാമത്, കടകംപള്ളി പോറ്റിയുടെ വീട്ടിൽ പോയി എന്നുള്ളതാണ്. അടൂർ പ്രകാശ് അങ്ങനെ പോകുന്ന പോലെയല്ല കടകംപള്ളി പോകുന്നത്. അടൂർ പ്രകാശ് മന്ത്രിയായിരുന്നില്ല പോകുമ്പോൾ. അടൂർ പ്രകാശ് കേരളത്തിൻ്റെ മന്ത്രിയായിരുന്നു, അടൂർ പ്രകാശ് പാർലമെന്റ് മെമ്പറായിരുന്നു, അടൂർ പ്രകാശ് MLA ആയിരുന്നു, അടൂർ പ്രകാശ് നിലവിൽ UDFന്റെ കൺവീനറാണ്. അടൂർ പ്രകാശാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയുമായി ഉള്ള ബന്ധം ദേശീയ തലത്തിൽ തന്നെ ഉറപ്പിച്ചെടുത്തത് അടൂർ പ്രകാശാണ്. നേരത്തെ ഇവിടെ ഉയർന്നു വന്ന ചോദ്യം ശ്രീ അജിംസ് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ, എന്താണ് ഈ കാര്യത്തിൽ അടൂർ പ്രകാശിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റോള് എന്ന പ്രശ്നം വരുമ്പോൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലോട്ട് ഗൺമാനും പോലീസുമായിട്ടാണ് കടകംപള്ളി ചെന്നത്. ഗൺമാനും പോലീസും ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് നിരായുധനായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത്. ഈ രണ്ട് കയറ്റത്തിനും കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തിയുണ്ട് ശ്രീ സേനാപതി. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ 2019 ശേഷമാണ് സ്വർണം കച്ചവടം നടത്തിയത്. അങ്ങ് തന്നെ പറഞ്ഞപ്പോൾ ഇടയ്ക്ക് അറിയാതെ പറഞ്ഞു പോയി. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയവരുടെ കഥയൊക്കെ ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം, 1-2 സെക്കൻഡ് കൊണ്ട് പറഞ്ഞുതരാം. 2004 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ചെല്ലുന്നത് ഇന്നത്തെ തന്ത്രി കണ്ഠര് രാജീവരുടെ സഹായത്തോടു കൂടിയാണ്. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അങ്ങയുടെ പാർട്ടിക്കാരനായ രാമൻ നായരും പിന്നീട് BJP പോയ രാമൻ നായരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് മനസ്സിലാവും. 2007 ഇദ്ദേഹത്തെ പരികർമ്മിയായിട്ട് അവിടെ നിയമിക്കുന്നത് രാജീവ് കണ്ഠര് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. 2007 ദേവസ്വം ബോർഡിന് അന്ന് കാര്യമില്ല, അവരെല്ലാം ശമ്പളം കൊടുക്കുന്നത്, അതുകൊണ്ട് തന്ത്രി പരികർമ്മിയായിട്ട് നിയമിച്ചു. 2012-14 MB ഗോവിന്ദൻ നായർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് തന്നെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, ഇദ്ദേഹത്തിന് ശമ്പളം കൊടുത്തുകൊണ്ട് കീഴ്ശാന്തി നിയമനം നടത്തി അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2012-14.
2014 പ്രയാർ ഗോപാലകൃഷ്ണൻ ഇദ്ദേഹത്തെ മേൽശാന്തിയുടെ സഹായിയായിട്ട് നിയമിച്ചു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് ആരാ എന്നുള്ള പാട്ടിന്റെ ഉത്തരം പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണ്. 2012 അയാളെ ഔദ്യോഗിക ജോലിയിൽ നിയമിച്ചത് പ്രയാർ ഗോപാലകൃഷ്ണനാണ്. ഈ കാരണം പ്രയാർ ഗോപാലകൃഷ്ണൻ അത് ചെയ്യാൻ കാര്യം VS ശിവകുമാറിന്റെ അനിയനായിട്ടുള്ള VS ദേവകുമാറിന്റെ റെക്കമെൻഡേഷനോട് കൂടിയാണ്. ഇങ്ങനെയാണ് പോറ്റി വന്നത്. ഇനി ഈ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വെച്ച് നമ്മൾ കാണുമ്പോൾ പോറ്റിയോടൊപ്പം ആരൊക്കെയുണ്ട് സർ? അടൂർ പ്രകാശുണ്ട്, ആന്റോ ആന്റണി ഉണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്, അതുപോലെ ഗോവർദ്ധൻ ഉണ്ട്, ഭണ്ഡാരി ഉണ്ട്. ഇവർ രണ്ടുപേരെ അങ്ങേക്ക് അറിയാമല്ലോ. ശബരിമലയിലെ കൊള്ള മുതൽ വാങ്ങിയെടുത്ത രണ്ടുപേരാണ് ഗോവർദ്ധനും ഭണ്ഡാരി. ഈ ഗോവർദ്ധൻ സോണിയാഗാന്ധിയുടെ കൈ കൊടുത്ത സമ്മാനപ്പൊതി ഏതാണെന്ന് നിങ്ങൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി കെട്ടിക്കൊടുത്തത് ചരടെന്നോ നൂലെന്നോ ബ്രേസ്ലെറ്റെന്നോ എന്തു കുന്തോങ്കിലും ആയിക്കൊള്ളട്ടെ. പക്ഷെ ഗോവർദ്ധൻ കൊടുത്ത സമ്മാനപ്പൊതി ഇവരുടെ സാന്നിധ്യത്തിൽ, അടൂർ പ്രകാശിന്റെ സാന്നിധ്യത്തിൽ, ആരുടെ പ്രസൻസിലാ സാർ? അടൂർ പ്രകാശിന്റെ പ്രസൻസിൽ, ആന്റോ ആന്റണിയുടെ സാന്നിധ്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും കൂടെ കൊടുത്ത സമ്മാനം എന്താന്ന് പറഞ്ഞാട്ടെ സാർ. അതിനൊക്കെ കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് മന്ത്രിയായിരിക്കുന്ന ഒരാളെ ദേവസ്വം മേൽശാന്തിയുടെ സഹായിയായിട്ടുള്ള ജോലിക്കാരൻ, അത് നിങ്ങൾ കണക്കാക്കണം. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊള്ളക്കാരനായിട്ട് വന്നിട്ടില്ല. നിങ്ങൾ നിയമിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ നിയമിച്ച പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ടൈം ഓഫ് ക്രൈം നടക്കുന്ന സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. കൊള്ള നടന്നിട്ടില്ല എന്ന വിവരം പുറത്തു വന്നിട്ടില്ല എന്നേ ഉള്ളൂ. ആരും അറിയുന്നില്ലല്ലോ. ഈ സമയത്ത് എന്റെ ചോദ്യം ഇതാണ്, നടന്നു കഴിഞ്ഞുള്ള ഒരു ക്രൈം, ഒരു നിമിഷം പി കെ ഗോപൻ, നടന്നു കഴിഞ്ഞ ഒരു ക്രൈം അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈമിന്റെ സമയത്ത് മന്ത്രി ഈ കുറ്റവാളിയെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു ഗൗരവമില്ലാത്ത കാര്യമാണെന്നാണ് ഗോപൻ പറയുന്നത്. അത് സോണിയാഗാന്ധി കണ്ടതും അടൂർ പ്രകാശ് കണ്ടതുപോലെ സമീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ? ഒരു ക്രൈം നടക്കുന്നു, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ആ കുറ്റവാളിയെ പോയി കാണുന്നു, ഇത് ചെറിയ കാര്യമാണോ? അല്ല, 2019 ഈ വിഷയം നമ്മുടെ മുമ്പിൽ മുതലുള്ള വിഷയമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്നത് ഈ ദേവസ്വത്തിന്റെ കാലത്തല്ല, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ്. 5 വർഷം മുമ്പാണ് അദ്ദേഹം മന്ത്രിയായിരിക്കുന്നത്. അങ്ങനെ മന്ത്രിയായിരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ അന്ന് അവിടെ? ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അവിടെ ആചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അഡ്മിനിസ്ട്രേറ്റീവ് രംഗമല്ല, പൂജയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അയാൾ കടകംപള്ളിയെ ക്ഷണിക്കുകയാണ്, വീട്ടിലേക്ക് ഒരു ചടങ്ങിന് ക്ഷണിക്കുകയാണ്. ഇനി ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, കടകംപള്ളി വെളിപ്പെടുത്തിയില്ലെന്ന്. അങ്ങയുടെ ആര് പറഞ്ഞു വെളിപ്പെടുത്തിയില്ലെന്ന്? കടകംപള്ളി SITക്ക് കൊടുത്ത മൊഴിക്കകത്ത് ആഴ്ചകൾക്ക് മുമ്പേ ഇത് പറഞ്ഞ കാര്യമാണ്. ആഴ്ചകൾക്ക് മുമ്പേ കടകംപള്ളി പറഞ്ഞു, എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം ഇങ്ങനെയാണ്, എന്നെ അയാൾ ചടങ്ങിന് വിളിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ പോയിട്ടുണ്ട്. ആ സമയത്ത് ഇന്ന് നമ്മളിത് പുറത്തു വരുമ്പോൾ അയൽവാസിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അയൽവാസിയുടെ സ്റ്റേറ്റ്മെന്റിൽ ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞെന്താ, നിരവധി തവണ സന്ദർശകനാണ് ആര്? അടൂർ പ്രകാശ്. അടൂർ പ്രകാശ് ഇന്നും അതിലേക്ക് ഞാൻ പറയാം. ഒരു മന്ത്രി, ദേവസ്വത്തിന്റെ ചുമതലയുള്ള മന്ത്രി ഈ ക്രൈം നടക്കുന്ന സമയത്ത് ആ പ്രതിയുമായി കണ്ടു എന്നുള്ള വിവരം സമ്മതിക്കുമ്പോൾ ശ്രീ പി കെ ഗോപൻ, കോൺഗ്രസിന്, പ്രതിപക്ഷത്തിന് ആരോപിക്കാം ഇതിൽ അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് എന്നുള്ള ആരോപണം, അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാം. അതിലെന്താണ് തെറ്റ്? കാരണം ആ ക്രൈം നടക്കുന്ന സമയത്ത് മന്ത്രിയാണ്, ആ മന്ത്രി കുറ്റവാളിയെ കണ്ടിരിക്കുന്നു, അത് ചെറിയ കാര്യമല്ലല്ലോ. ചെറിയ കാര്യമല്ല സാർ അജിംസെ. പക്ഷെ ഒരു കാര്യമുണ്ട് അതിനകത്ത്. നിങ്ങൾ SITക്ക് മൊഴി കൊടുത്തു, ഹൈക്കോടതിയുടെ മുമ്പിൽ അത് ചെന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ ദിവസം കൊണ്ട് ഈ ചർച്ച അവസാനിക്കുന്നില്ല, മാസങ്ങളായി തുടങ്ങിയിട്ട്. ഇനിയും മാസങ്ങൾ ഇത് കൊണ്ടുപോകുമെന്നും അറിയാം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ കടകംപള്ളിക്ക് അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബന്ധമുണ്ടെന്ന് കണ്ടാൽ കടകംപള്ളി ആര് സംരക്ഷിക്കും സാർ? ആര് സംരക്ഷിക്കാൻ പോകുന്നില്ല. പക്ഷേ കടകംപള്ളിയെ സംബന്ധിച്ച് ഇവരിവിടെ പറഞ്ഞതല്ല കാര്യം. അവിടുത്തെ ഒരു പ്രശ്നം ഇതാണ്, ഒരു പ്രതിയായ പത്മകുമാറിന് ജാമ്യം നൽകാതിരിക്കാൻ കോടതി ചൂണ്ടിക്കാട്ടുന്ന കാര്യം അദ്ദേഹം പൊളിറ്റിക്കലി ഇൻഫ്ലുവൻഷ്യൽ ആണെന്നുള്ളതാണ്. ശ്രീ ഗോപൻ, ഒരു നിമിഷം പി കെ ഗോപൻ, പത്മകുമാറിന് ജാമ്യം നൽകാതിരിക്കാൻ കോടതി ചൂണ്ടിക്കാട്ടുന്ന കാര്യം അദ്ദേഹം പൊളിറ്റിക്കലി ഇൻഫ്ലുവൻഷ്യൽ ആയ ആളാണെന്നാണ്. കടകംപള്ളിയും ഇൻഫ്ലുവൻഷ്യലാണ്. ഈ പോലീസ് സംസ്ഥാന സർക്കാരിൻ്റെതാണ്. അപ്പൊ ഈ അന്വേഷണം കടകംപള്ളിയിലേക്ക് പോകുമോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് എന്തുത്തരം പറയാൻ കഴിയും? ഈ ഇൻഫ്ലുവൻസ് എല്ലായിടത്തും ഉണ്ടല്ലോ. അന്വേഷണം കടകംപള്ളിക്ക് ആർക്ക് തർക്കിച്ച് സാർ? ഇത് അന്വേഷണം കടകംപള്ളിയിലേക്ക് പോകുന്നെങ്കിൽ പോട്ടെ. കാരണം എന്താ? പത്മകുമാറിന്റെ ജാമ്യം നിഷേധിക്കാൻ അവിടെ വാദിച്ചതാരാ? പ്രോസിക്യൂഷൻ ആരാ? സംസ്ഥാന ഗവൺമെന്റ് അല്ലേ? പ്രോസിക്യൂഷൻ വാദിച്ചല്ലോ, ഗവൺമെന്റിനെ പ്രതികരിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചല്ലോ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ പാടില്ലെന്ന്. അത് പ്രതിപക്ഷത്തിന്റെ ആളല്ലല്ലോ, ഞങ്ങൾ തന്നെയല്ലേ വാദിച്ച് കൊടുക്കാൻ പാടില്ലെന്ന്. അപ്പൊ ഞങ്ങളുടെ ഇതിനകത്തുള്ള സത്യസന്ധത എന്താ ബോധ്യപ്പെടാത്തത്? പ്രോസിക്യൂഷൻ വാദിക്കുകയാണ് ഹൈക്കോടതിയിൽ പത്മകുമാറിന് ഇപ്പൊ ജാമ്യം കൊടുക്കേണ്ടതെന്ന്. നിങ്ങൾ അതുകൂടെ മനസ്സിലാക്കണം.
ഇനി പത്മകുമാറിനെതിരെ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ കുറ്റപത്രത്തിൽ പത്മകുമാറിന്റെ തെളിവുകൾ വളരെ കൃത്യമാണ് എന്ന് അദ്ദേഹം ഇക്കാര്യത്തിൽ കുറ്റവാളിയാണെന്ന് കണ്ടാൽ പത്മകുമാറിനെ ആര് സംരക്ഷിക്കും? ഞങ്ങൾ സംരക്ഷിക്കത്തില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് SIT അന്വേഷണത്തിൽ ഞങ്ങൾ തൃപ്തി രേഖപ്പെടുത്തുന്നു. പക്ഷേ ഇവർക്ക് തൃപ്തിയില്ല. SIT 2 ഉദ്യോഗസ്ഥരെ പുതുതായിട്ട് കൂട്ടിച്ചേർക്കാൻ പരിശ്രമിച്ചപ്പോൾ ശ്രീ VD സതീശൻ പറഞ്ഞെന്താ? CPIMന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന 2 പേര്, അല്ലെങ്കിൽ CPIMകാർ കൊടുക്കുന്ന 2 പേര്. കോടതി എന്താ പറഞ്ഞത്? കോടതി എടുത്ത് നിലത്തടിച്ചു. നിങ്ങൾ മാധ്യമത്തെ ഉൾപ്പെടെ കോടതി കൈകാര്യം ചെയ്തു. ഇത് വളരെ ട്രാൻസ്പെറൻസിയോടുകൂടി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നടക്കുന്ന എൻക്വയറി ആണെന്ന് ബഹുമാന്യ ഹൈക്കോടതി നിരീക്ഷിച്ചു. അവർക്കതിൽ തൃപ്തിയുണ്ട്. എന്നിട്ട് ED വന്നു. ED വന്നിട്ട് എന്താ സാർ തന്ത്രിയുടെ വീട്ടിൽ പോഞ്ഞ്? തന്ത്രിയുടെ അളിയൻ ഇടുക്കി പ്രഭാരി ആയതുകൊണ്ട് തന്ത്രിയുടെ വീട്ടിലേക്ക് ED പോകത്തില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി മന്ത്രിക്ക് ശബരിമലയിൽ ശ്രീകോവിലകത്തുനിന്ന് ഒന്ന് കൊണ്ടുപോകണോ ഒന്ന് അകത്തേക്ക് കയറ്റണോ എന്ന് പറയാൻ അവകാശമില്ല. അത് തന്ത്രിക്ക് മാത്രമേ അവകാശമുള്ളൂ. ദേവന്റെ അനിത്യം വായിക്കാൻ മന്ത്രിക്ക് അവകാശമില്ല, തന്ത്രിക്ക് അവകാശമുള്ളൂ. കൊടിമരം മാറ്റണോ വേണ്ട എന്ന് തീരുമാനിക്കാൻ മന്ത്രിക്ക് അവകാശമില്ല, തന്ത്രിക്കാണ് അവകാശം. വാഹനത്തെ സമിതി തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന്റെ പരിധി വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇതൊന്നും മന്ത്രിക്ക് അതിൽ ഇടപെടാൻ അവകാശമില്ല. ദേവസ്വം ബോർഡിനെ ദേവസ്വം ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഒരു നിമിഷം പി കെ ഗോപൻ, ദേവസ്വം ബോർഡ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആ ബോർഡിന്റെ ദൈനംദിന കാര്യങ്ങളിൽ മന്ത്രി ഇടപെടേണ്ട കാര്യമില്ല. ശരി, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതിന് ദൈനംദിന കാര്യങ്ങളിൽ മന്ത്രിക്ക് ഇടപെടേണ്ട കാര്യമില്ല, മന്ത്രി ഇടപെടാറുമില്ല. ഒന്ന് നോക്കൂ, ഇടമലയാർ കേസിൽ KSEB ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ബാലകൃഷ്ണപിള്ള അകത്ത് കടന്നു. അങ്ങനെയൊക്കെയാണ് അന്വേഷണം പോയത്. അദ്ദേഹത്തിന്റെ ഉത്തരവുണ്ട്. ബാലകൃഷ്ണപിള്ള സാറിന് കൊടുത്ത ഉത്തരവിന്റെ തെളിവ് പുറത്തു വന്നു. ഇടമലയാർ കേസിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ KSEBയുടെ മേൽ ഗവൺമെന്റ് കൊടുത്ത ഉത്തരവ് പുറത്തു വന്നു. അങ്ങനെയാണ് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടത്. ഇവിടെ നിങ്ങൾ ഉത്തരവ് കാണിക്കുക. കടകംപള്ളി ഉത്തരവിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ കോടതി പരിശോധിക്കട്ടെ. ശബരിമലയിലെ ഏതെങ്കിലും കാര്യങ്ങളിൽ പുറത്തു കൊണ്ടുപോകാനോ അകത്ത് കൊണ്ടുവരാനോ ഇത് മാറ്റി സ്ഥാപിക്കാനോ സ്വർണ്ണപ്പാളി കൊണ്ടുപോകാനോ ദേവസ്വം മന്ത്രി ഉത്തരവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യും. നിങ്ങൾക്ക് പറ്റുമോ പബ്ലിഷ് ചെയ്യാൻ? അന്വേഷണ സംഘം കണ്ടെത്തുന്നതാണ്, മാധ്യമങ്ങളുടെ പണി അതല്ലല്ലോ. KSEB പോലെയും ഖാദി ബോർഡ് പോലെ അല്ല സാർ ശബരിമല. KSEB പോലെയും ഖാദി ബോർഡ് പോലെയുള്ള ബോർഡിന്റെ പരിധി വരുന്നതല്ല ശബരിമല. ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ക്ഷേത്രങ്ങൾ അങ്ങനെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അവിടെ ദേവസ്വം ബോർഡിനെ ഉണ്ടാക്കി കൊടുക്കുക, അവിടെ ആഘോഷങ്ങൾ വരുമ്പോൾ മറ്റു വകുപ്പുകളെ കോർഡിനേറ്റ് ചെയ്യുക. ഇത് മാത്രമേ ഉള്ളൂ. വാട്ടർ അതോറിറ്റിക്കാരോ ഇലക്ട്രിസിറ്റിക്കാരോ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകാരെ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഗവൺമെന്റ് ജോലി. ബാക്കി ദേവസ്വം ബോർഡിന്റെയാ. അതുകൊണ്ടാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ അവിടെ ആളിനെ പോസ്റ്റ് ചെയ്തത്, മന്ത്രി പറഞ്ഞിട്ടല്ല. അതുകൊണ്ടാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ ലോകത്താദ്യമായി ശ്രീ അജിംസെ അങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ലോക ശാസ്ത്ര സമൂഹത്തിൽ ഒരു ത്രിമൂർത്തികൾ അറിയപ്പെടും. ഒന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ, ഒന്ന് തന്ത്രി, ഒന്ന് അജയ് തറയിൽ. കോൺക്രീറ്റിനകത്ത് ചെതലരിക്കുമെന്ന് ലോകത്താദ്യമായി കണ്ടുപിടിച്ച 3 ശാസ്ത്രജ്ഞരാവര്. ശരി, അങ്ങനെ ഒരു പുതിയ അറിവും കൂടി കേരളത്തിൽ വന്നിരിക്കുക. ഇതൊന്നും മന്ത്രിക്ക് ഒരു റോളും അല്ല. അന്ന് UDFന്റെ മന്ത്രിയാണെങ്കിൽ മന്ത്രിക്ക് റോൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തട്ടെ. ശ്രീ പി കെ ഗോപൻ, അങ്ങേക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ കടകംപള്ളിക്ക് ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ല എന്ന് അങ്ങേക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിന്നും ശ്രീ അജിംസിന് എന്താ മനസ്സിലായേ? ബഹുമാന്യ അജിംസെ, ഞാൻ പറഞ്ഞല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPMനെ സംബന്ധിച്ച് അവരിയ്ക്കുന്ന ഒരു ബോഡിയിലും അഴിമതി നടത്തിയ കഥ നിങ്ങളുടെ മുമ്പിലില്ല. 10 വർഷമായി മന്ത്രിസഭ ഇവിടെ ഭരിക്കുന്നു. ഏത് മന്ത്രിയുടെ പേരിൽ അഴിമതി? പത്മകുമാർ നിരപരാധിയാണ്. ബംഗാൾ ഭരിച്ചു ഒരു മന്ത്രിയെ പത്മകുമാർ നിരപരാധിയാണ്. ഭരിച്ചു ഒരു മന്ത്രിയെ കോടതി വരാതെ കാണിക്കാവോ? പത്മകുമാർ നിരപരാധിയാണോ? അല്ല, അത് തന്നെ പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്മകുമാറിൻ്റെതും വരട്ടെ. ഇതിൽ ഏതെങ്കിലും ഞാൻ ഈ പറഞ്ഞതിന് അപവാദമായിട്ട് ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ ഞങ്ങൾ അവരെ പ്രൊട്ടക്ട് ചെയ്യത്തില്ലല്ലോ സർ. പക്ഷേ നിങ്ങൾ പത്മകുമാറിനെ ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്യണം. അയാൾ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടും അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അയാൾ ഇപ്പോഴും ഇൻഫ്ലുവൻഷ്യൽ ആയി തുടരുന്നത് നിങ്ങൾ അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. പത്മകുമാറിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ഇൻഫ്ലുവൻഷ്യൽ ആയി തുടരുന്നത് കോടതിയെ ചൂണ്ടിക്കാട്ടുന്നു. അവിടെ നടത്തിയിട്ടുള്ള കളികളുടെയൊക്കെ കഥകൾ പുറത്തു വരട്ടെ സാർ. പി കെ ഗോപൻ, പത്മകുമാർ ഇപ്പോഴും ഇൻഫ്ലുവൻഷ്യൽ ആയി തുടരുന്നത് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത് നിങ്ങൾ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നു. പത്മകുമാർ ഞങ്ങളുമായിട്ട് എന്താ സാർ ബന്ധം? അദ്ദേഹം ജയിലിൽ കിടക്കുക സാർ. നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തെങ്കിൽ പത്മകുമാർ അകത്ത് കിടക്കുമോ സാർ? ശരി 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 നിങ്ങൾ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്താൽ നിങ്ങൾ ചിലപ്പോൾ പറയും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തോ പറഞ്ഞു SIT ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നിങ്ങൾക്ക് റോളില്ല.
കടകംപള്ളി അറസ്റ്റ് ചെയ്തില്ലേ നിങ്ങൾ പറയും SIT സ്വാധീനിക്കുന്നു. ഇത് കോടതി പറയുമ്പോൾ അയാൾ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആണ്, നിങ്ങൾ അയാളെ പുറത്താക്കിയിട്ടുമില്ല. ഞാൻ അതിനെക്കുറിച്ചാണ് ചോദിച്ചത്. ഞാൻ വരാം ഗോപനിലേക്ക്. ശ്രീ ഷാബു പ്രസാദ്, തർക്കമില്ലല്ലോ. ദേവസ്വം ശ്രീ ഷാബു പ്രസാദ്, ഒരാൾക്ക് പിന്നെ ഇൻഫ്ലുവൻസ് കാണത്തില്ലേ? ശ്രീ ഷാബു പ്രസാദ്, ഈ അന്വേഷണം കൊടുക്കണ്ട. ശരി, ഷാബു പ്രസാദ്, ഈ അന്വേഷണം കടകംപള്ളിയിലേക്ക് പോകുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ ആദ്യമേ ശ്രീ PK ഗോപൻ ഒരു വലിയ നമസ്കാരം പറഞ്ഞോട്ടെ. പത്മകുമാറും ഞങ്ങളും തമ്മിൽ എന്താ ബന്ധം? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നപ്പ? ഇനിയിപ്പം ഇവിടെ പറഞ്ഞ പോലെ കടകംപള്ളിക്ക് എന്താണ് കാര്യം? കടകംപള്ളി ദേവസ്വം മന്ത്രി മാത്രമാണ്, ബാക്കിയെല്ലാം ചെയ്യുന്നത് ദേവസ്വം ബോർഡാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ആളിന് ഈ പോറ്റിയുടെ അല്ല ഈ തന്ത്രിയുടെ വീട്ടിൽ എന്താണപ്പ കാര്യം? സർക്കാരിന്റെ കാര്യം നോക്കി, അതായത് ദേവസ്വം ബോർഡിനെ ഉണ്ടാക്കി കൊടുത്ത് തിരുവനന്തപുരത്ത് പോയി അവിടെ കുത്തിയിരുന്ന അവരുടെ കാര്യം നോക്കിയാൽ പോരെ? ഈ ദേവസ്വം ഭരണത്തിലോ അല്ലെങ്കിൽ ശബരിമലയിലെ ദൈനംദിന കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത കാര്യങ്ങളോ ഇടപെടാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നട തുറക്കുമ്പം അവിടെ പോയി കുത്തിപ്പിടിച്ച് അവിടെ കുന്തം വിഴുങ്ങി കുന്തം വിഴുങ്ങി നിൽക്കുന്ന എന്തിനാ? ഇവര് വിശ്വാസികളല്ല. ഇവർക്ക് ശബരിമല അയ്യപ്പനെ വിശ്വാസമില്ല. നാട്ടിലുള്ള അമ്പലങ്ങൾ മുഴുവനും വെട്ടിപ്പൊളിച്ച് കപ്പയിടണമെന്ന് പറയുന്ന ടീമുകളാണ് ഇവര്. ഇതിനെ കയ്യിലൊഴിച്ചു കൊടുക്കുന്ന തീർത്ഥം ഇങ്ങനെ സാനിറ്റൈസർ പോലെ തുടച്ചു കളഞ്ഞ് അവിടെ നിൽക്കുന്ന അവിടെ നിൽക്കുന്നവരെയും ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുന്ന ഭക്തജനങ്ങളെ മുഴുവനും അപമാനിക്കുന്ന ഇവർക്ക് അവിടെ ഒരു ബന്ധവുമില്ലെങ്കിൽ എന്തിനാണ് അവിടെ പോയി ഈ പണ്ടാരം അടങ്ങി നിൽക്കുന്നത്? അവിടെ കാണാം. ഇനി വേറെ വല്ല മേൽനോട്ടം നടത്താനാണെങ്കിൽ വല്ല ഗസ്റ്റ് ഹൗസിൽ പോയി പണ്ടാരം അടങ്ങിക്കൂടെ? ഈ ശ്രീകോവിലിന്റെ മുമ്പിൽ അവിടെ ഒന്നാമത് കയറി ലക്ഷക്കണക്കിന് ഭക്തർ തിക്കി തിരക്കി വരുന്ന ആ ശ്രീകോവിലിന്റെ മുമ്പിൽ എന്തിനാണ് ഈ പണ്ടാരം ചെന്ന് നിൽക്കുന്നത്? അപ്പൊ അവർക്ക് അതിൻ്റെ അകത്ത് കാര്യമുണ്ട് ജിംസെ, അവർക്ക് അതിൻ്റെ അകത്ത് റോൾ ഉണ്ട് ജിംസെ. ഒരു സംശയമില്ലാത്ത കാര്യമാണത്. ഒരു സംശയം നോക്കിക്കോളൂ. അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞ പോലെയാണ് ഇത് കാര്യങ്ങൾ. പണ്ട് സ്മാർത്ത വിചാരണ, താത്രിക്കുട്ടിയുടെ സ്മാർത്ത വിചാരണ നമ്മൾ വായിച്ചിട്ടില്ലേ? പേരുകൾ ഓരോന്നോരോന്ന് ഇങ്ങനെ വരികയാണ്. അവസാനം എത്തുന്ന പേരാകുമ്പോഴത്തേക്ക് സ്മാർത്തന്മാർ ചെവി പൊത്തി പോകുന്ന ഒരു സംഭവമുണ്ട്. അവിടേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സേനാപതി വേണു പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായ പ്രകാരം, അതായത് ഈ 2019 വരെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ പരിശുദ്ധനും നല്ലവനും എല്ലാമായിരുന്നു. അന്ന് മുതൽ ഇയാൾ ഒരു പെരുങ്കള്ളനായി മാറി എന്നുള്ളതാണ്. അല്ല അയാൾ ജന്മനാ കള്ളനാണ് എന്നുള്ളത് ഇപ്പം ഉറപ്പാണല്ലോ. ഈ പെരുങ്കള്ളൻ ഈ 2019 മുതലാണോ ഈ പരിപാടി, ഈ കള്ളത്തരം, ഈ മോഷണം അവിടെ തുടങ്ങിയത്? അതിനു മുമ്പ് അത് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും നമുക്ക് വെറും സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ പോരെ? വെറും സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മതിയല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, ശ്രീ സേനാപതി വേണു, വെറും ആരോപണമല്ല. നമുക്കറിയാം അദ്ദേഹം ഇവിടെ നിഷേധിക്കുമായിരിക്കും, എങ്കിലും പറയുകയാണ്, ഇവിടുത്തെ എത്ര കോൺഗ്രസ് നേതാക്കന്മാർക്ക്, കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർക്ക് സോണിയാഗാന്ധിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടും. അതും അന്ന് അവർ UPA ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത്. ഇവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നവര്, ഇപ്പം BJP ഹേമന്ത് വിശ്വ ശർമ്മയൊക്കെ പറയുന്നുണ്ട്, അവിടെ ഡൽഹി പോയി അട്ടിപ്പേർ കിടക്കുന്ന ആഴ്ചകളോളം, എന്നിട്ട് നിരാശരായിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അതാണ് സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റുകൾക്ക് വലിയ വാല്യൂ ആണ്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഇവിടുത്തെ ഒരു കീഴ്ശാന്തിക്ക്, അയാളന്ന് കീഴ്ശാന്തി അല്ലെന്ന് തോന്നുന്നു, എന്തോ പരികർമ്മിയോ അങ്ങനെ കണ്ടാണ് സംഭവം. അങ്ങനെയുള്ള ഒരുത്തിന് അവിടെ ഈ ഡൽഹിയില് അവിടെ UPA ചെയർപേഴ്സന്റെ വീട്ടിൽ എങ്ങനെ അപ്പോയിന്റ്മെന്റ് കിട്ടി, അവരെ കണ്ടു എന്നുള്ള ഒരു ചോദ്യം തന്നെയാണെന്ന്. ഇതിന്റെ അകത്ത് ഈ തന്ത്രി, മന്ത്രി, മുൻമന്ത്രി, മുൻതന്ത്രി എല്ലാം ഉണ്ട്. ഇതിന്റെ അകത്ത് നിന്ന് കോൺഗ്രസിനും ഒഴിഞ്ഞു നിൽക്കാനാവില്ല. ഈ ചോദ്യങ്ങൾ ഇനിയിപ്പോ നോക്കിക്കോളൂ. കാര്യം CPM ഇതിന്റെ അകത്ത് മാക്സിമം മുതലെടുക്കുന്നു. നിങ്ങൾ നോക്കിക്കോളൂ. സോണിയാഗാന്ധിക്ക് ഒരു നോട്ടീസ് അയക്കും. SIT സോണിയാഗാന്ധിക്ക് ഹാജരാകണം, ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞ് നോട്ടീസ് അയക്കുക തന്നെ ചെയ്യും. കാര്യം ഇതിന്റെ അകത്ത് പരമാവധി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ അവർ ശ്രമിക്കുക തന്നെ ചെയ്യും. അതിന്റെ അകത്ത് കോൺഗ്രസ് ആൻസറബിളും ആണ്. കോൺഗ്രസ് അതിന്റെ അകത്ത് ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ ജിൻസെ, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് 1-2 ആഴ്ചയായിട്ട് ഈ അടുത്ത സമയത്ത് കോൺഗ്രസ് ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തില്, ശബരിമല വിഷയത്തില് ഒന്ന് ചവിട്ടിയുള്ള പ്രതികരണങ്ങളാണ് നടക്കുന്നത്. അവരുടെ അഗ്രഷനൊക്കെ പോയി.
കാരണം ഇത് ഈ പറഞ്ഞ പോലെ ഈ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ താത്രക്കുട്ടിയുടെ നാവിൽ നിന്ന് വരുന്ന ആരുടെയൊക്കെ പേരുകളാണ് എന്ന് ഇവരിപ്പോ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഈ പറഞ്ഞില്ലേ, നമ്മുടെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ള വളരെ വലിയ അങ്ങനത്തെ ഒരു കാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അമ്പ് BJP-ക്കാർക്കും കൊള്ളാൻ സാധ്യതയുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, അവർ ഒഴിവാൻ സാധ്യത കുറവാണ്. കൊള്ളട്ടെ. ഇനി ഇതിനകത്ത് BJP-ക്കാരുണ്ടോ പിടിച്ചകത്തിടുന്നത്? ശരി ശരി ശ്രീ ദാമോദർ പ്രസാദ്, ഇന്നത്തെ കോടതി ഉത്തരവിൽ പറയുന്നത്, കോടതി കുറച്ച് വൈകാരികമായൊക്കെയാണ്. അദ്വൈതത്തിലെ പാട്ടൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയ ആകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് വളരെ ഹോളി ആയിട്ടുള്ള ഒരു സ്ഥലത്തെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചാണ് കോടതി അത്ര വൈകാരികമായി പറയുന്നത്. അവിടെയാണ് ഈ പത്മകുമാറിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടിയാകട്ടെ പത്മകുമാറിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. എത്ര നാൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും? സ്വാഭാവിക ജാമ്യം കിട്ടുന്നവരെ, കുറ്റപത്രം കൊടുക്കാൻ വൈകിയാലോ മറ്റോ 90 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടുന്നവരെ ഒരു നടപടിയും വേണ്ട എന്നതായിരിക്കുമോ CPM-ന്റെ ലൈൻ? അല്ല, കേരളം കേൾക്കണം. ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞ വാക്കുകളാണ്, അദ്വൈതത്തിന് കൂട്ടിയതാണ് ഇപ്പോൾ അജിംസ് പറഞ്ഞത്. ജസ്റ്റിസ് ബദറുദ്ദീൻ കേരളം കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് കേരളം കേൾക്കുക തന്നെ വേണം. ജസ്റ്റിസ് ബദറുദ്ദീൻ കേരളത്തോട് പറഞ്ഞതാണ്. അവിടെ നടന്ന പോറ്റിയെക്കുറിച്ച്, പത്മകുമാറിനെക്കുറിച്ച്, വാസുവിനെക്കുറിച്ച്, തന്ത്രിയെക്കുറിച്ച് പറഞ്ഞതാണ്. അത് കേരളം കേൾക്കണം. അത് കേരളം കേൾക്കാൻ വേണ്ടി തന്നെ കാര്യം ജഡ്ജിമാരുടെ പല നിരീക്ഷണങ്ങളും നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. പണ്ട് കമാൽ പാഷ അന്ന് ബാർക്കോഴ സമയത്തൊക്കെ ഉന്നയിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റിസുമാരത് വൈകാരികം എന്ന് പറഞ്ഞു. പക്ഷേ ആ നിരീക്ഷണം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എവിടുന്ന് കൂട്ടി എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ ശബരിമലയുടെ വിപര്യം ആലോചിക്കുകയാണ്. ഈ ബഹുമാനോട് PK ഗോപൻ വളരെ സ്ത്രീവാദത്തെക്കുറിച്ച് പുസ്തകം എഴുതിയ ആൾ, നിങ്ങൾക്ക് അറിയില്ല, അദ്ദേഹം ഒരു ഗ്രന്ഥകാരനൊക്കെയാണ്. ശബരിമലയുടെ വിപര്യം എവിടെ എത്തി? നവോത്ഥാനം നടപ്പാക്കാൻ പോയ സ്ഥലത്താണ് നമ്മൾ കാണുന്നത്. ആചാരം ലംഘിക്കേണ്ടത് കാര്യം, ചില ആചാരം ലംഘിച്ചാൽ മാത്രമേ സ്വാതന്ത്ര്യം എന്നുള്ളത് അവിടെ നടക്കുന്ന തന്ത്രികളൊക്കെ നടത്തിയ ലംഘനങ്ങളുടെ ഒരു വലിയ നീണ്ട ചരിത്രത്തിലേക്കാണ് നമ്മൾ 2019 തുടങ്ങി. മാത്രമേ അതിന് മുമ്പുണ്ടായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും നമ്മൾ കാണാം ഈ പാപകർമ്മം, ഈ പാപത്തെ ന്യായീകരിക്കുകയാണ് രണ്ടുപേരും. നീ പാപിയാണ്, ഞാൻ പാപിയാണ്. സത്യം ഒരു മിനിമം ഒരു ഇത് വേണ്ട. ഞാൻ അത്ര വാക്കുകൾ ഉപയോഗിക്കാനൊരു മടിയും ചാനൽ രണ്ടുപേർക്കും. നീ പാപിയാണ്, ഞാൻ പാപിയാണ്. ഇത് കേരളം കണ്ട് നിങ്ങൾ രണ്ടുപേരും ജയിപ്പിച്ച ജനങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ വീണ്ടും അവരുടെ അടുത്തേക്ക് പോവുക. ഇപ്പോൾ CPM വീട് വിടാതിനും കയറുന്നുണ്ട്. അവിടെ പോയിട്ട് മൗനം അവലംബിക്കുക. ഈ TV കാണുന്ന സാധനം എന്നല്ല, അവിടെ നിങ്ങൾ ഇരിക്കണം. അവിടെ ശബ്ദമായിട്ട് ഇങ്ങനെ പാവങ്ങളെ പോലെ കേട്ടിരിക്കുക. അതാണ് പാർട്ടി കൊടുത്തിട്ട് തോറ്റ ചിലപ്പോൾ സ്വഭാവം മാറിയിരിക്കും. അപ്പോൾ രണ്ടുപേരും പാവത്തിൽ അപ്പോൾ കൈപ്പെട്ടിരിക്കുക. അല്പം ഒരു ഇത് വേണ്ടേ കേരള ജനങ്ങളോട്, ഭക്തരോട്? കട്ട് മുടിച്ചില്ലേ? ആ കട്ട് മുടിച്ച ആൾക്കാരല്ലേ ജയിലിൽ കിടക്കുന്നത്? മുടിച്ചിട്ട് എന്നിട്ട് പറയും പഴം എടുക്കട്ടെ, ഞങ്ങൾ എന്നിട്ട് നോക്കാം. എന്തും കുന്തം നോക്കും, നിങ്ങൾ ചുക്കും നോക്കില്ല. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഈ കാര്യം നടപടിയെടുക്കുകയും നീക്കി നിർത്തുകയും ചെയ്യാനുള്ള മിനിമം മര്യാദ കേരളത്തോട് കാണിക്കുന്ന മര്യാദയാണ്. അത് നിങ്ങൾ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പേടിയാണ്. നിങ്ങളുടെ അസ്ഥിയിൽ പേടിയുണ്ട്. കാര്യം അവർ പുറത്തുവിടാൻ പോണ പല കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ശബരിമല വിപര്യം മാത്രമല്ല, അവിടെ നിന്ന കൊള്ള, ഈ കൊള്ളയിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ട്. സത്യം പറയണമെങ്കിൽ ശിവപ്രസാദ് പറയാനുള്ള അവസരം ഇവരുണ്ടാക്കി കൊടുത്തു. അതായത് BJP-ക്ക് പറയാനുള്ള അവസരം. കാര്യം രാഷ്ട്രീയ പാർട്ടികൾ നശിപ്പിക്കുകയാണ് ദേവസ്വം ബോർഡിൽ നിന്ന് BJP-യുടെ നിരന്തരമായിട്ടുള്ള സംഘപരിവാറിന കാര്യത്തിന് സാധൂകരിക്കുന്നതിൽ കൊള്ള നടത്തി നിങ്ങൾ രണ്ടുപേരും. കാര്യം രണ്ടുപേരും പരസ്പരം ആരോപിക്കുകയാണല്ലോ. പക്ഷേ ഭാഗ്യവശാൽ എന്തുണ്ടായി? കാര്യം മഹാചാര്യന്മാർ, തന്ത്രി, അതുപോലെ പോറ്റി, വിശുദ്ധന്മാർ തന്നെയാണ് കളവ് നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ആ പഴയ പോലെ ഭക്തന്മാർ വിശുദ്ധന്മാരും ഭക്തി നിരീശ്വരവാദികളും വിശ്വാസമില്ലാത്ത ആൾക്കാരും അവിടെ പോയി ഒന്നും ചെയ്യുക. ആ ഒരു ധാരണ എന്തായാലും പോയി കിട്ടിയതായി. കാര്യം അവിടെ കവർച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ കവർച്ചെടുത്ത് അവിടെ ശബരിമല ആസ്ഥാനത്ത് വിശുദ്ധമായ സ്ഥലത്ത് എല്ലാവിധ പണിയൊപ്പിച്ചതും ഈ പറഞ്ഞ മഹാമാരും മഹാരഥന്മാരും വിശ്വാസത്തിൻ്റെ ഉത്തമ ശൃംഖലയിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇനിയിപ്പോൾ നിരീശ്വരവാദം നേർക്ക് ആർക്കും വരാൻ സാധ്യതയില്ല. അത്രയും വിശ്വാസരഹിതരായ ആളുകൾക്ക് ഇനി മെക്കെട്ട് വരില്ല എന്നൊക്കെയുണ്ട്. പക്ഷേ സംഭവിച്ചാണ് ഇവിടെ ഇത്രയേ ഉള്ളൂ. PK ഗോപൻ എന്താ പറയുന്നത്? PK ഗോപൻ കോൺഗ്രസ്സുകാർക്ക് പിന്നെ വാദം ഉന്നയിക്കുക. പ്രയാർ ഗോപാലകൃഷ്ണൻ മുതൽ, അതായത് നിങ്ങൾ പണ്ടേ പോറ്റിയെ പോറ്റി ഇവർക്ക് മാറ്റായിരുന്നില്ലേ? പോറ്റിയെ ഇവർ പിന്നെ അവൾ ഉണ്ടൊഴുകിയിരിക്കുകയായിരുന്നു. സത്യം ഞാൻ ചോദിക്കുകയാണ്, ഇവരെന്താ ചെയ്തിരുന്നത് അവിടെ? ഈ കടകംപള്ളിയും ഈ പറഞ്ഞ ഈ ഒരുപാട് ഇവർ രാജഗോപാൽ, പത്മകുമാർ തുടങ്ങി വലിയ വലിയ ആൾക്കാരോട് ഇന്നാലും മഹാരഥന്മാർ CPM നേതാക്കൾ അവിടെ പോയി അവിടെ കൊണ്ട് അണിനിരത്തിയിരുന്നത് നിങ്ങളെ വാസു. നവോത്ഥാനം, ഈ നവോത്ഥാന സമയത്ത് ഈ പോറ്റിയെ മാറ്റായിരുന്നില്ലേ? നവോത്ഥാനത്തിൻ്റെ സമയത്ത് പോറ്റിയെ മാറ്റായിരുന്നില്ല. അപ്പോൾ അവർ ചുക്കും ചെയ്തില്ല. അപ്പോൾ അവരെ പോറ്റി നല്ലൊരു സ്രോതസ്സാണെന്നും തങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള മുതലെടുപ്പിനെ പറ്റിയ സ്രോതസ്സായതുകൊണ്ട് അയാളെ സൂചിപ്പിച്ചു. അപ്പോൾ നിങ്ങൾ ചുക്കും ചെയ്തിട്ടില്ല. നിങ്ങൾ പോറ്റിയോടെ വാഴ്ത്തി. ഇവരവിടെ കയറ്റിയെങ്കിൽ നിങ്ങൾ പോറ്റിയെ വാഴ്ത്തി. മറ്റേ ആൾക്കാർ പോറ്റിയെ കയറ്റി. അപ്പോൾ ഇനി അന്വേഷിക്കേണ്ട കാര്യമാണ്. അതേ സംബന്ധിച്ചോളം
SIT അന്വേഷിക്കാവുന്നതാണ്. ബാക്കിലോട്ട് കാര്യം കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് ഒരു നല്ല ഭക്തനായ ഒരാളെ മന്ത്രി കാണാൻ പോയി എന്ന രീതിയിലാണ്. ഈ കേരളത്തിൽ നല്ല ഭക്തന്മാരെയൊക്കെ പോയി കാണുന്ന ആളാണോ മന്ത്രി? അതാ, എന്നാൽ കേരളത്തിലെ ഒരുപാട് ഭക്തന്മാരെ പോയി കാണാലോ. എത്ര പേരുണ്ട് ഈ ശബരിമല വരുന്നതന്നെ ഭക്തന്മാരാണല്ലോ നിറച്ചും. ഈ പോറ്റിയാണോ മഹാഭക്തൻ? ആ അതന്നെയാണ് ആ പറഞ്ഞതിൽ തന്നെ ആ കടകംപള്ളിയുടെ ഒരു തൽ സ്വഭാവം കാണാൻ പറ്റും. ഇങ്ങനെയാണോ ഭക്തൻ? ഈ കളവ് നടത്തി ഇങ്ങനെ എന്ത് ഭക്തനെ കാണാൻ പോയി ഇത്ര എന്നുള്ളത്. അവിടെ വരുന്ന ശബരിമല വരുന്ന സാധാരണക്കാരനാണ് ഭക്തന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഈ മന്ത്രിക്കില്ലേ, മുൻ മന്ത്രിക്കില്ലേ, ഈ പറഞ്ഞ CPM നേതാക്കൾക്കില്ലേ? അപ്പോൾ ഇയാൾ ഭക്തനൊന്നല്ല, അയാൾ കളവ് നടത്തിയൊരു കവർച്ചക്കാരൻ, അല്ലെങ്കിൽ കവർച്ചയ്ക്ക് കൂട്ടുന്ന ഒരാൾ. ഒരു ഭക്തി ഉണ്ടെങ്കിൽ പണി ചെയ്യില്ലല്ലോ. കാര്യം അത് വിശുദ്ധമായ സ്ഥലമാണെന്ന് ഈ പണിക്ക് ചെയ്യില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റിസ് A ബദറുദ്ദീൻ കേരളത്തിന് വേണ്ടി സംസാരിച്ചത്, നമ്മൾ തന്ത്രിയും പോറ്റിയും കടകംപള്ളിയും പ്രയറോഷം മരിച്ചു ഇവരൊക്കെ തന്നെ പറയുമ്പോൾ കേരളത്തിൻ്റെ മനസാക്ഷിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ജസ്റ്റിസ് ബദറുദ്ദീനും കോടതിയുണ്ട്, SIT മറ്റേ അതുപോലെ തന്നെ മറ്റേ ഡിവിഷൻ ബെഞ്ചും ഉണ്ട് അന്വേഷിക്കുന്നത്. അവരില്ല എന്തായാലും സ്ഥിതി ഇവർ അട്ടിമറിച്ച് ആരും അറിയില്ല. പത്മകുമാറൊക്കെ ഇപ്പോഴും കൂടായി നടക്കുന്നുണ്ടോ, ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും പറയുന്ന പത്മകുമാറിനെതിരെ വളരെ വ്യക്തമായ കാര്യം, കോടതി ആവർത്തി ജാമ്യം നിഷേധിക്കില്ലല്ലോ. ഇത് UAPA കേസിൽ പ്രതികളെ കിടക്കുന്ന ഉമർ ഖാലിദിൻ്റെ അവസ്ഥയല്ല പത്മകുമാറിൻ്റെ. ഇവർ മനസാക്ഷി തടവുകാരല്ല, കവർച്ചയിൽ പ്രതികളായിട്ട് അവിടെ പോയി വിചാരണ നേടിയിരുന്ന ആൾക്കാരാ. ഇവർക്ക് എന്നിട്ട് തെളിഞ്ഞു വരട്ടെ എന്ന് വെച്ചാൽ സൂത്രമാണ്, ഒരു ഉപായം. അതുവരെ സമയം നീട്ടിക്കിട്ടാൻ വേണ്ടി, അത്ര സമയം നീട്ടിക്കിട്ടാനും കാര്യം നടപടി എടുത്തു കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ കേരളത്തിന് മുമ്പിൽ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഈ ചർച്ചയിലും ആവർത്തിച്ച് എല്ലാ സ്ഥലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരസ്പരം ആരോപണം ഉന്നയിക്കാൻ നല്ല സ്വന്തം നേർക്ക് നോക്കാനും അതിനെ മറികടക്കാനും ഈ കവർച്ചയിൽ തങ്ങളുടെ പങ്ക് അന്വേഷിക്കാനും അത് നടപടിയെടുക്കാനും നിങ്ങൾ തയ്യാറല്ല. ഈ പരസ്പരം ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ CPM ഒന്നേ വേണ്ടൂ, അതൊരു കോൺഗ്രസ്സുകാരന് കിട്ടിക്കഴിഞ്ഞാൽ തൽക്കാലം ഇലക്ഷന് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ സുനിശ്ചിതമായ ചില തിരിച്ചടികൾ ഉണ്ടാവുന്നവർക്ക് ഒരു ഭയമുണ്ട്. അത് ഒരു കോൺഗ്രസ്സുകാരന് കിട്ടിക്കാൻ പറയാൻ നിൽക്കാം. കോൺഗ്രസിനാണെങ്കിൽ UDFനാണെങ്കിൽ ഇത് വെച്ച് പരമാവധി മുതലെടുക്കണം. കാരണം ഭരണവിരുദ്ധ വികാരത്തെ ശബരിമല ബന്ധപ്പെട്ട് BJP ആണ് ഇത് രണ്ടും മുതലെടുത്തി ഇതിൻ്റെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം കൂടി ഇതിനുള്ള എങ്ങനെ ബന്ധപ്പെടുത്തി കൊണ്ടുവരാം. അതെന്തായാലും പൊളിഞ്ഞുപോയി. സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ഇതിൽ ഈ തന്ത്രിയും പോറ്റിയപ്പെട്ടതോടെ ഈ ഭക്തന്മാരുടെ മഹാപ്രസ്ഥാനമായിട്ടുള്ള കാര്യമൊക്കെ ചീറ്റി പൊളിഞ്ഞു. അതൊരു കാര്യം വസ്തുത. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തെ ജനങ്ങളുടെ മുമ്പിൽ ഇവിടെ നടന്ന ഒരു ഇതുണ്ട്. അതായത് ഏതൊരു പവിത്ര സ്ഥലമാണെങ്കിലും മറ്റെന്താണെങ്കിലും അത് മുതലെടുക്കാൻ ഒരു മടിയില്ല. അത് കവർച്ച നടത്തി വിൽക്കുക, കവർച്ച എടുത്ത് വിൽക്കുക, അതിന് ആൾക്കാരെ കൊണ്ടുവരിക. ഇത് രണ്ടുപേരും ഇപ്പോഴും നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചതിൽ ഈ നമ്മുടെ ബഹുമാനോട് PK ഗോപൻ പറയുന്ന കാര്യത്തിൽ ഡിഫെൻഡ് ചെയ്യുന്നില്ല. ആലോചിക്കണം, ഒറ്റ വകൽ ഡിഫെൻഡ് ചെയ്യും. ഞങ്ങൾ നടപടിയെടുക്കാം, നോക്കട്ടെ, കടകംപള്ളിക്കെതിരെ വരുമ്പോൾ ഞങ്ങൾ അന്വേഷിക്കാം. ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നത് UDF അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇതിന് ഞങ്ങൾ ചെയ്തിട്ടില്ലെന്ന് അജിംസ ആവർത്തിച്ച് ചോദിച്ചു. അപ്പോൾ ഒഴിഞ്ഞു മാറത്തിൽ ഞാൻ ഇത്ര നേരം പറഞ്ഞില്ല ബഹുമാനിന് അജിംസ എന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. ഞങ്ങളില്ലാതെ ഇവരില്ലാതെ പറയാൻ പറ്റില്ല. തീർച്ചയായും അദ്ദേഹം SIT ഉദ്യോഗസ്ഥനും എന്നല്ലാണ്ട് അദ്ദേഹത്തിന് മറുപടി അങ്ങനെ പറയാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും പ്രധാനപ്പെട്ട വശം ഇവിടെ മനുഷ്യർ കേൾക്കുന്നുണ്ട്, കേരള മനുഷ്യർ. അത് വിശ്വാസികളും വിശ്വാസമല്ലാത്ത അവർ ഈ 19 നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം മുതൽ കേരളത്തെ വാച്ച് ചെയ്യുന്നുണ്ട്. സ്ത്രീവാദം മുതൽ അവിടെ നടന്ന നവോത്ഥാന ആചാരലംഘനത്തെ കുറിച്ച് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം, അവിടെ നടന്ന മുഴുവൻ ആചാരലംഘനം എന്നൊക്കെ പേര് മറവിൽ വലിയ കവർച്ച നടത്തി, കൊള്ള നടത്തി, ആ കവർച്ച നടത്തി. അത് വിശ്വാസികളുടെ മാത്രം പ്രശ്നമല്ല, ഇത് കേരളം സൂക്ഷിക്കും മനസ്സിലാക്കുന്നത്. അതിനോടൊരു കോടതി ഉണ്ടാകുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട് 2 ജഡ്ജിമാരും ഇതിനകത്ത് കാര്യക്ഷമമായി ഇടപെടുന്നതുകൊണ്ടും നമ്മൾ അല്ലെങ്കിൽ അട്ടിമറിച്ചൊരു മനുഷ്യറിയില്ലായിരുന്നു. നമ്മളവർ പരസ്യമായിട്ട് നമ്മളെ കേരള ജനങ്ങളെ മുഴുവൻ പറ്റിച്ചേനെ. ശരി, എന്തായാലും കൊള്ള ചെയ്ത മുതലിൽ 10-1 മാത്രമേ കണ്ടെടുത്തിട്ടുള്ളൂ എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൊള്ള മുതൽ കണ്ടെടുക്കാനുണ്ട് എന്നുള്ളതാണ് അന്വേഷണം നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടാനുള്ള ഒരു കാര്യം. സേനാപതി വേണു, ഇപ്പോൾ കടകംപള്ളിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി കുറഞ്ഞ പക്ഷം UDF കൺവീനറോട് ചോദിക്കണ്ടേ, എന്തായിരുന്നു പോറ്റിയുമായുള്ള ബന്ധം? എന്തിനാണ് സോണിയാഗാന്ധിയെ കൊണ്ടുപോയി കാണിച്ചത്? ഒരു മറുപടി വേണ്ടേ പാർട്ടിക്ക് ആ കാര്യത്തിൽ? അജിംസെ, SIT അന്വേഷണം തുടങ്ങിയിട്ട് ഏതാണ്ട് 4 മാസത്തോളമായി. ഇപ്പോൾ പോറ്റി സ്വാഭാവിക ജാമ്യത്തിലായി. ഇപ്പം ഇന്നലെ 90 ദിവസമായി, മുരാരി 90 ദിവസമായി. അപ്പോൾ ഏതാണ്ട് ഒരു 4 മാസമായി SIT ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നു. ശ്രീ ഗോപനും ഷാബു പ്രസാദും ഏകസ്വരത്തിൽ, കാരണം എൻ്റെ സ്വരം പോലെ തന്നെയാണല്ലോ ചേട്ടൻ്റെ സ്വരം എന്നുള്ളത് ഇവരുടെ പല സംസാരത്തിലും വരുന്നതാണ്. അപ്പം ഇവരെല്ലാം പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നു, SITയിൽ നിന്ന് ഈ നിമിഷം വരെ, നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന ഇപ്പോൾ 8:40 ആയിരിക്കുന്ന ഈ നിമിഷം വരെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് ഈ സംഭവങ്ങൾ ഏതെങ്കിലുമായി ബന്ധമുണ്ട് എന്ന രീതിയിൽ അവരൊരു നോട്ടീസ് കൊടുക്കുകയോ ഇല്ലെങ്കിൽ മറ്റ് പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് പരാമർശിക്കുമ്പോൾ ഇവ കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഇനി
ഇപ്പോ ഗോപൻ ഇവിടെ സൂചിപ്പിച്ചത് വാഹനം കൈമാറ്റവും അല്ലെങ്കിൽ കൊടിമരവുമായിട്ട് ബന്ധപ്പെട്ട അത് ASP കുറുപ്പ് എന്ന് പറയുന്ന ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അന്നത്തെ ഇടതുപക്ഷത്തിന്റെ ബോർഡ് മെമ്പർ ശ്രീ രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അത് പരസ്യമായി ഒന്നല്ല രണ്ടല്ല നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ്, അതൊരാചാരത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത്. ഇനി നിങ്ങൾ പ്രയാർ ഗോപാലകൃഷ്ണനെ കുറിച്ച്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് അടുപ്പവും സ്നേഹവും ഉള്ള ഒരാളായിരുന്നു. ഞാൻ പറയുന്നു, ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനെ പോലെ എന്താ പറഞ്ഞ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്രയും സത്യസന്ധമായി ജീവിച്ച ഒരു പൊതുപ്രവർത്തകൻ, ആ മനുഷ്യൻ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വെള്ളിച്ചുവയുടെ മോഷണം എവിടെയെങ്കിലും അല്ലെങ്കിൽ കളവ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ SIT അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ. ഇത് ഉമ്മൻചാണ്ടി സാർ പണ്ട് പറഞ്ഞൊരു വാചകം ഞാൻ കടമെടുക്കുക, ഹം സബ് ചോറേ. 3 കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇവിടെ ഗോവൻ എത്ര എന്താ പറയുന്നത് ലാഘവത്തിലാണ് പറയുന്നത്, ഞങ്ങളുടെ പാർട്ടിക്ക് പങ്കില്ല. നിങ്ങളുടെ പാർട്ടിയുടെ ഒരു വട്ടം MLA ആയിരുന്നയാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തില്ല എന്ന് പറഞ്ഞാണല്ലോ അദ്ദേഹം പ്രതിഷേധവുമായിട്ട് വന്നത്. ദീർഘകാലം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, പത്തനംതിട്ടയിൽ പാർട്ടിയെ നയിച്ചയാള്, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയ ആള്, മെമ്പറായ ആള്, അതുപോലെ തന്നെ മന്ത്രിയായിരുന്ന, എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ PK ഗുരുദാസന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരുന്നയാള്, ആ പാർട്ടിയുടെ പ്രമുഖനായ നേതാവ്, പഞ്ചായത്ത് മെമ്പർ, എല്ലാ പദവികളും ആ പാർട്ടിയിലുള്ളയാള്, അതുപോലെ തന്നെ ശ്രീ ജയകുമാർ ഇവരൊക്കെ എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ എത്രയോ വലിയ പദവികൾ വഹിച്ചിരിക്കുന്ന ആളുകളാണ്. അവർക്കൊന്നും ഇപ്പൊ പാർട്ടിയായിട്ടൊരു ബന്ധമില്ല. ഞാൻ ചോദിക്കുന്നത്, അറ്റ്ലീസ്റ്റ് ഇദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്നെങ്കിലും പറയാനുള്ള ഒരു മര്യാദ ഈ പാർട്ടി കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ സംരക്ഷണം കൊടുക്കുന്നു. ആ സംരക്ഷണമാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. അധികാരത്തിന്റെ മറവിൽ ഇവര് പാർട്ടിക്കാര് ഈ പ്രതികൾക്ക്, ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയ പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുന്നു. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഞങ്ങൾക്ക് ആ ചോദ്യത്തിൽ എന്താ പറഞ്ഞ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ലെന്നേ. പിന്നെ എന്തിനാ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നത്? അദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ പൂജാരിയോ അല്ലെ പൂജാരിയുടെ അസിസ്റ്റന്റോ അല്ലെങ്കിൽ പരികർമ്മിയോ ഏതെങ്കിലും പേരായിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകാം, വീട്ടിൽ പോയിട്ടുണ്ടാകാം. ഇവിടെ നടന്നിരിക്കുന്ന ഒരു കൊള്ള, ആ കൊള്ള നടന്നതിന് ശേഷം ഹിന്ദിയിൽ സോണിയാഗാന്ധിക്ക് പ്രസംഗിക്കേണ്ടി വന്നു കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച്. നോക്കൂ സേനാപതി വേണു, ഒരു കാലത്ത് സോണിയാഗാന്ധി കേൾക്കാൻ അങ്ങേക്ക് ഹിന്ദിയിൽ പ്രസംഗിക്കേണ്ടി വന്നു. സോണിയാഗാന്ധി നേരിട്ട് വീട്ടിൽ പോയി കാണാൻ സേനാപതി വേണുവിന് പറ്റുമോ? പിന്നെ എന്താ പറ്റും? അല്ല, ഞാൻ ഇവിടെ ഷാബു പ്രസാദ് പറഞ്ഞ ഒരു കാര്യത്തെ ഞാനൊന്ന് നിഷേധിച്ചോട്ടെ. കാരണം സോണിയാഗാന്ധിയെ കാണാൻ ഇന്ന് രാവിലെ ഞാൻ പ്ലെയിൻ കയറി ഡൽഹിയിൽ ചെന്നാൽ കാണാൻ പറ്റിയില്ല. നമ്മളൊരു അപ്പോയിന്റ്മെന്റ് കൊടുത്ത് എത്രയോ സാധാരണക്കാരായ ആളുകൾ 10ാം ജനപഥ റോഡിൽ അവരെ കാണുന്നു, എത്രയോ ആളുകൾ സന്ദർശിക്കും. ഇനി ആ സന്ദർശനത്തിന്റെ ഫോട്ടോ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അതിൽ പോറ്റിയും സോണിയാഗാന്ധിയും അടൂർ പ്രകാശും അല്ലെങ്കിൽ എന്താ പറഞ്ഞ നമ്മുടെ മറ്റേ MP, ഇപ്പോഴത്തെ പത്തനംതിട്ട MP ആന്റോ ആന്റണിയും മാത്രമല്ല, അതിനകത്ത് കുറച്ച് കുട്ടികൾ, മറ്റാളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ചേർന്ന് നടത്തിയ ഒരു സന്ദർശനത്തിന്റെ ഭാഗമായിട്ടെടുത്ത ഒരു ചിത്രമാണ്. ആ ചിത്രത്തെക്കുറിച്ചും അതിന്റെ സന്ദർശനത്തെക്കുറിച്ചും ഒക്കെ SIT വളരെ കൃത്യമായി അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും അദ്ദേഹം ചോദിച്ചു കൊടുത്ത പൊതി എന്താണ് എന്ന്, അങ്ങനെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സൂചനകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ SITക്ക് വിവരം കൊടുക്കുന്ന SIT അന്വേഷിക്കട്ടെ, അന്വേഷണങ്ങൾ വരട്ടെ. അതല്ല, ഈ കൊള്ള മുഴുവൻ നടത്തിയതിന് ശേഷം ഇനി ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ്സുകാരും പണ്ട് അത് ചെയ്തിരുന്നു എന്ന ഒരു ആരോപണവുമായിട്ട് വന്ന് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള, ഞാൻ ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. SITയുടെ അന്വേഷണം എന്തുകൊണ്ടാണ് ഇപ്പോൾ തൃപ്തികരമല്ല എന്ന് ഞങ്ങൾ പറയുന്നത്? 100 ദിവസം, ഏതാണ്ട് 3-3.5 മാസത്തോളമായി ഈ കളവ് മുതൽ സെക്ഷൻ 27 ഓഫ് എവിഡൻസ് ആക്ട്, ഞാനൊരു ക്രിമിനൽ അഭിഭാഷകൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. എന്താണ് അതിൽ പറയുന്നത്? തൊണ്ടി മുതലുകൾ കണ്ടെത്തണം. നാളിതുവരെയായി ഇവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, 487 ഗ്രാം സ്വർണം എന്ന് പറയുന്നത് അത് സ്വർണമാണ്, അത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണമല്ല. തൊണ്ടി മുതലുകൾ ഇന്നോളം കണ്ടെത്തിയിട്ടില്ല. നാളെ ഒരു പ്രതി കൂടി സ്വാഭാവിക ജാമ്യത്തിൽ ഇറങ്ങും. ഒരു പ്രതിക്ക് ഇപ്പോൾ സ്വാഭാവിക ജാമ്യം എന്താ പറഞ്ഞ ഇതിൽ കൊടുത്തു. ഇനി കട്ടിലപ്പാടിയുടെ കേസിലാണ് കൊടുക്കാനുള്ളത്, അദ്ദേഹവും ഇറങ്ങും. ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ തൊണ്ടി മുതൽ റിക്കവർ ചെയ്യുന്ന എന്തെങ്കിലും നടപടികൾ നടക്കും. അപ്പോൾ തൊണ്ടി മുതലുകൾ എന്തുകൊണ്ട് റിക്കവർ ആകുന്നില്ല എന്ന ഹൈക്കോടതി ചോദിച്ച ആ ഗുരുതരമായ ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. അത് കണ്ടെത്താതെ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാതെ ഈ കേസ് നിലനിൽക്കത്തില്ലല്ലോ. കാരണം തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല, ബാക്കിയൊക്കെ നമ്മൾ പറയുന്നതാണല്ലോ. അത് കണ്ടെത്തണം. എന്തുകൊണ്ട് SITയുടെ അന്വേഷണം ആ രീതിയിലേക്ക് പോകുന്നില്ല എന്ന ഒരു ചോദ്യം അത് ഹൈക്കോടതി ഉയർത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഇപ്പോൾ SITയുടെ മേൽ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇപ്പൊ ED വന്നിരിക്കുന്നു.
ED-ക്ക് ക്രൈം കേസുകൾ അന്വേഷിക്കാൻ പറ്റത്തില്ലേ? IPC ഒഫൻസോ BNS ഒഫൻസോ ED-ക്ക് അന്വേഷിക്കാൻ പറ്റത്തില്ല. അവർക്ക് അന്വേഷിക്കാൻ കഴിയുന്ന എന്താ? ഇതിനകത്ത് കള്ളപ്പണ ഇടപാടുകളുണ്ടോ, മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അപ്പോ ഈ തൊണ്ടി മുതലുകൾ കണ്ടെത്തി അത് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കേണ്ടത്. ഇപ്പോൾ VSSC-യുടെ എന്താ പറയുക റിപ്പോർട്ട് വന്നിരിക്കുന്നു. എന്താണ് ഈ പാളിയിൽ ഇപ്പോൾ കൊണ്ടുവച്ചിരിക്കുന്ന രണ്ടാമത് വെച്ചിരിക്കുന്ന പാളിയിൽ അത് യഥാർത്ഥ പാളിയല്ല, അതിൻ്റെ അകത്ത് നിക്കൽ കോട്ടിംഗ് ഒക്കെ വന്നിരിക്കുന്നു, അത് പഴയ 98-ൽ പതിച്ച പാളികളല്ല എന്നുള്ളത് പോലും തെളിഞ്ഞു വന്നിരിക്കുന്നു. അപ്പൊ പാളികൾ മാറിയിട്ടുണ്ട്. ഇതെവിടെയാണ് മാറിപ്പോയിരിക്കുന്നത്? അതറിയാവുന്ന ആദ്യത്തെ ആളും പ്രധാനപ്പെട്ട ആളും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആ പോറ്റിയെ യഥാവിധി SIT ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഇയാളെ എന്താ പറഞ്ഞ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള ആപ്ലിക്കേഷൻ കോടതിയിൽ കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ലൂപ്പ് ഹോളുകൾ ഈ അന്വേഷണത്തിൽ നിൽക്കുന്നു. ആ ലൂപ്പ് ഹോളുകൾ നിൽക്കുന്നത് ശ്രീ ഷാബു പ്രസാദ് സൂചിപ്പിച്ചതുപോലെ മന്ത്രിയെയും മന്ത്രി ഉൾപ്പെട്ട സംഘത്തെയും രക്ഷിക്കാനാണോ എന്ന സംശയം, ആ സംശയം നിൽക്കുന്നു. അതാണ് ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് ഇന്ന് ചോദിച്ചത്. അന്വേഷണം ഇവിടം കൊണ്ട് മതിയോ? പോരല്ലോ. അന്വേഷണം മുതലുകൾ കണ്ടെത്തുന്നതിലേക്ക് പോകണം. മുതലുകൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശ്രീ PK ഗോപൻ, ഇവിടെ സേനാപതി വേണുവിന് അടൂർ പ്രകാശ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് അസന്ദിഗ്ധമായി തുറന്നു പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കടകംപള്ളിയിലേക്ക് അന്വേഷണം പോകുമോ, അദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുന്നില്ല. ഇതിൽ തന്നെ ഒരു പുകമറയുണ്ട്. ആ പുകമറ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള മെല്ലപ്പോക്ക് മുമ്പുണ്ടായിരുന്നതിനെ കുറിച്ച് കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് കടകംപള്ളിയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ആംബിഗിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോലും ഉറപ്പില്ല ഇതിൽ ആരൊക്കെ കുറ്റക്കാരാണ് അല്ല എന്നുള്ളത്. എന്നിട്ടും ഒരു മുഖം രക്ഷിക്കാനെങ്കിലും പത്മകുമാറിനെ ഒന്ന് സസ്പെൻഡ് ചെയ്യാൻ പോലും പാർട്ടി തയ്യാറാവാത്ത എന്തുകൊണ്ടാകും? ഞാൻ അതിലേക്ക് വരാം ശ്രീ അജിംസി. അതിനു മുമ്പ് ഞാൻ ശ്രീ ഷാബു പ്രസാദിനെ ഒന്ന് തൊഴുകയാണ്. ഈ സഹതാപത്തിൻ്റെ ഭാവം ചിരിയല്ലാത്തതുകൊണ്ട് ഞാൻ ചിരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം തന്നെ എന്നെ തൊഴുതുകൊണ്ട് ചിരിക്കുകയുണ്ടായി. അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, അങ്ങയോട് എനിക്ക് സഹതാപമാണ്. കാരണം ശബരിമലയിലെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ടും അതിനകത്ത് ഇനി ഏത് ആളെടുത്ത് അവിടുന്ന് വസ്തുവകകൾ പുറത്തു കൊണ്ടുപോകണമെങ്കിലും അംഗീകാരം കൊടുക്കേണ്ട ഒരാളിൻ്റെ പേര് തന്ത്രി എന്നാണ്. അത്തരം ഒരാൾ ഒരു കേസിൽപ്പെട്ടിട്ട് ED വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നില്ല. ഇടുക്കിയിലെ പ്രഭാരിയുടെ അളിയൻ്റെ വീട് EDക്ക് അറിയാൻ വയ്യാതെ പോയി. അങ്ങനെ അതിനെ ന്യായീകരിക്കേണ്ട ഒരു ബാധ്യതയാണ് ശ്രീ ഷാബു പ്രസാദിന് വന്നു ചേർന്നത്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തോട് എനിക്ക് സഹതാപമുണ്ടെന്ന്. കാരണം ഈ ശബരിമലയിലെ 2019 സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് നിങ്ങളെല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ നടന്ന ചർച്ചകൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പിറകിലേക്ക് പോകേണ്ടി വരും. അപ്പോഴാണ് ഞെട്ടിക്കുന്ന കഥ പുറത്തു വന്നത്. ഇപ്പോൾ ശ്രീ സേനാപതി ഇവിടെ പറഞ്ഞത് ഹൈക്കോടതി കമ്മീഷൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഹൈക്കോടതി പറഞ്ഞ വിവരം ഈ 2012 ദേവസ്വം ഉത്തരവുണ്ട്. ഈ സാധനങ്ങൾ, വസ്തുവകകൾ, മൂല്യവസ്തുക്കളൊന്നും തന്നെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണം, അത് ആർക്കും കൈമാറ്റം ചെയ്യേണ്ടതില്ല എന്നുള്ളത് പല അനുഭവത്തിൽ നിന്നുകൊണ്ട് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം ഉണ്ടെന്നുള്ള കാര്യം ഹൈക്കോടതി അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് ഹൈക്കോടതിയുടെ മുമ്പിൽ അവിടെ നടന്ന ഒരു ചടങ്ങ് റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ചാണ്. അതിന് നാട്ടിൽ പറയുന്ന ഒരു പേര് പകൽ കൊള്ളയെന്നാണ്. ആ പൊതുജനത്തിന്റെ മുമ്പിൽ ധാരണയുണ്ടോ സാർ ഈ വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തുകൂടാന്നുള്ളത്? തന്ത്രിയുടെ കയ്യിൽ വെച്ചേക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ടല്ലേ സാർ തന്ത്രി ഇത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് വിളിച്ചു പറയാൻ തയ്യാറായത്? ഇത് കൊണ്ടുപോയി എവിടെല്ലാം പൂജ നടത്തി പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തന്ത്രി അവിടെ കോൺക്രീറ്റ് സാധനം ചിതലരിച്ചു എന്ന് അദ്ദേഹം കൂടി റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയാ? ശ്രീ അജയ് തറയിലല്ലേ റിപ്പോർട്ട് ചെയ്തത്? ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനല്ലേ റിപ്പോർട്ട് ചെയ്തത്? അവർ രണ്ടുമല്ലേ ബോർഡിലെ ഭൂരിപക്ഷം? ബോർഡിൽ ന്യൂനപക്ഷമാണോ തീരുമാനം എടുക്കുന്നത്? ബോർഡിൽ ന്യൂനപക്ഷമായിട്ട് ഒരു CPM പ്രതിനിധി ഉണ്ടെങ്കിൽ അയാളാണോ തീരുമാനം എടുക്കുന്നത്? അതോ ഭൂരിപക്ഷ പ്രതിനിധികളാണോ തീരുമാനം എടുക്കുന്നത്? ഇങ്ങനെ സത്യസന്ധനായിട്ടുള്ള ആളാണോ ഈ പോറ്റിക്ക് വേണ്ടി? ഈ പോറ്റി കയറിയ കാലം മുതൽ ഈ കുഴപ്പങ്ങളായിരുന്നു നമ്മൾ കണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്തിനാണ് ഇയാളെ ശബരിമല സ്ത്രീ പ്രശ്നത്തിൽ തൻ്റെ വലങ്കൈയായി നിർത്തിയെന്തിനാണ്? എന്തിനാണ് ശബരിമലയിൽ ഇയാളെ മേൽശാന്തിയുടെ സഹായിയായിട്ട് നിയമിച്ചത്? ഈ ചോദ്യത്തിനൊന്നും നിങ്ങൾ ഉത്തരം പറയുന്നില്ലല്ലോ. അപ്പോൾ SITയുടെ അന്വേഷണം അതിലേക്ക് വ്യാപിച്ചാൽ ആരെയൊക്കെ പിടിക്കപ്പെടും? അജയ് തറയിൽ പിടിക്കപ്പെടും. പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാര്യങ്ങൾ പുറത്തു വരും. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരും. കോൺഗ്രസിന്റെ ബന്ധം പുറത്തു വരും. ഇനി കോടതി പറഞ്ഞ അന്താരാഷ്ട്ര ബന്ധമാണെങ്കിൽ ഇതിൽ അന്താരാഷ്ട്ര ബന്ധം തെളിഞ്ഞത് എപ്പോഴാ? അന്താരാഷ്ട്ര ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന എവിടാ? നിങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ ബന്ധം, ഈ അടൂർ പ്രകാശ് ഇങ്ങനെ ഒരു ഭക്തൻ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് ഇറങ്ങി. കടകംപള്ളി ആകുമ്പോൾ ഇച്ചിരി കട്ടിക്ക് കയറും, അടൂർ പ്രകാശ് ആകുമ്പോൾ പതുക്കെ കയറത്തുള്ളൂ ഇല്ലേ? അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ഒരു തവണയാണോ സാർ നിങ്ങൾ പറയുന്നത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ആർക്കും അഡ്മിഷൻ കിട്ടുമെന്ന്? ശ്രീ കെ കരുണാകരൻ എന്താ കിട്ടാഞ്ഞേ? ശ്രീ ബിശ്വം ശർമ്മയ്ക്ക് എന്താ കിട്ടാഞ്ഞേ?
നിങ്ങളുടെ പാർട്ടി പല സ്റ്റേറ്റിലും തകർന്നത് തന്നെ സോണിയാഗാന്ധി പെർമിഷൻ കൊടുക്കാഞ്ഞിട്ടാ, അനുവാദം കൊടുക്കാഞ്ഞിട്ടാ കാണാൻ. കേരളത്തിൽ DIC ഉണ്ടായത് എങ്ങനെ ശ്രീ സേനാപതി? DIC എന്ന പാർട്ടി ഉണ്ടായത് എങ്ങനെ? സോണിയാഗാന്ധിയെ മദാമേന്ന് വിളിച്ചതാരാ? അവര് പ്രവേശനം കൊടുക്കാൻ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട് അങ്ങ് പറയുന്ന ഒരു കാര്യം, പകല് ആളുകളുടെ മുമ്പിൽ തന്നെയാണ് കൊടുത്തതെന്ന് പറയുന്നു. ആ കൊടുക്കുമ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉണ്ട്, ഇടത് അംഗമായ K. രാഘവനും അതോടൊപ്പം ഉണ്ട്. അപ്പൊ രാഘവൻ അറിയില്ല ഇതിങ്ങനെ കൊടുക്കാൻ പറ്റില്ല, അദ്ദേഹം എതിർപ്പ് അറിയിച്ചിരുന്നു. അറിഞ്ഞുകൂടാ ജിംസെ, അറിഞ്ഞുകൂടാ. ദേവസ്വം അവിടെ ഇനി ആ തന്ത്രിയുടെ കൈവശം ഉണ്ട് എന്ന് പറയുന്ന വാജിവാഹനം, ഒരു നിമിഷം ഗോപൻ, തന്ത്രിയുടെ കൈവശം ഉള്ളത് തന്ത്രി പറയുന്ന വാജിവാഹനം അത് തന്നെ ഒറിജിനലാണോ എന്ന് ഉറപ്പുണ്ടോ? ഇല്ല, അത് ഒറിജിനലാന്ന് ഉറപ്പില്ല. അത് കൊണ്ടുപോയി മാറ്റാനാണ് സാധ്യത. കാരണം തീർച്ചയായിട്ടും, കാരണം ആ കൊടിമരം സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ, ആ കൊടിമരം പുറത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊണ്ടുവന്ന വാജിവാഹനം ഒറിജിനലാവാൻ സാധ്യത വളരെ വളരെ കുറവാണ്. വാജിവാഹനം ഒറിജിനലാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11.5 കിലോ ഭാരമാണ് പഞ്ചലോഹത്തിന്. പഞ്ചലോഹം എന്ന് പറയുമ്പോൾ സ്വർണ്ണമുണ്ട്, ഇരുമ്പുണ്ട്, സിങ്കുണ്ട്, കോപ്പറുണ്ട്, ഇങ്ങനെ പലതും ചേർന്നാണല്ലോ പഞ്ചലോഹം. 11.5 കിലോയ്ക്കകത്ത് എത്ര സ്വർണം കാണും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിൽ എത്ര ശതമാനമായിരിക്കും സ്വർണം? അത് പഞ്ചലോഹം അങ്ങനെയുള്ള മൂല്യവസ്തുക്കൾ കൊടുത്തുകൂടാന്നാണ്. ഇനി അവര് തന്ത്രസമുച്ചയത്തിന്റെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, തന്ത്രസമുച്ചയത്തിലുള്ള തന്ത്രസമുച്ചയ പ്രകാരം വാജിവാഹനത്തിന്റെ കഥ പറയുന്നില്ല. അന്ന് പഞ്ചലോഹത്തിൽ വാജിവാഹനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അതിനകത്ത് പറയുന്നില്ല. അത് വിഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. ആ വിഗ്രഹത്തിൽ തന്നെ ലോഹമാണെങ്കിൽ കൊടുത്തുവിടാന്നുണ്ട്. ലോഹമാണെങ്കിൽ ഉരുക്കിയേ കൊടുക്കാവൂ, ഷേപ്പ് മാറ്റിയേ കൊടുക്കാവുന്നതാണ്. ഇനി എവരുണ്ടാക്കിയ നിയമം അനുസരിച്ചാണെങ്കിൽ കല്ല് വേണ്ട, തടിയും വേണ്ട, ലോഹമാണെങ്കിൽ തന്ത്രിക്ക് അവകാശപ്പെട്ടതാ. അതിന്റെ മലയാളം എന്തുവാ? അതിന്റെ സാമ്പത്തിക ശാസ്ത്രം എന്തുവാ? ലോഹത്തിനകത്ത് വിലപിടിപ്പുള്ളതുണ്ട്, അപ്പൊ അത് മതി തന്ത്രിക്ക്. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. ഇനി തന്ത്രസമുച്ചയം അനുസരിച്ചുള്ള എല്ലാ ആചാരങ്ങളും പാലിക്കാൻ പറ്റുമോ? തന്ത്രസമുച്ചയം അനുസരിച്ച് ചാതുർവർണ്ണയം പറയുന്നുണ്ട്, ദളിത് പിന്നോക്കക്കാരെ അമ്പലത്തിൽ കയറ്റാൻ പാടില്ല. അതുകൊണ്ടാണ് 937 വരെ ഗുരുവായൂർ അമ്പലത്തിൽ ആളെ കയറ്റാതിരുന്നത്. ആ ശാസ്ത്രം ഇപ്പൊ നിലനിൽക്കുമോ ഇന്ത്യൻ ഭരണഘടന വന്നപ്പോ? അതുകൊണ്ട് ദേവസ്വം ബോർഡ് തീരുമാനിച്ചു മൂല്യവസ്തുക്കൾ എവിടെ സൂക്ഷിക്കണം? സ്ട്രോങ് റൂം സൂക്ഷിക്കണം, അത് കൊടുത്തുകൂടാ. ആ തീരുമാനം നിൽക്കുമ്പോഴാണ് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും കൂടി തന്ത്രിക്ക് വാജിവാഹനം കൊടുക്കുന്നത്. അപ്പൊ കുറ്റവാളികൾ ആരാ? ഈ പോറ്റിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചതാരാ? അന്ന് പോറ്റിയെ കൊണ്ടുപോയത് അവിടെയാ. അതിനുശേഷമല്ലേ പോറ്റി ഇപ്പൊ 2019 ശേഷം ഇത് കൊണ്ടുപോകുന്നേ. പക്ഷെ 2025 പോറ്റിയുടെ കൊടുത്തു വിട്ടിട്ടില്ലല്ലോ. ഇവിടെ ശ്രീ ദാമോദർ പ്രസാദ് ചോദിച്ചു, അങ്ങനെ ഉണ്ടേ പോറ്റിയെ മാറ്റാൻ എന്താന്ന്? പോറ്റി അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല സാർ, തെളിവ് വന്നത് ഇപ്പോഴാ, കേസ് വന്നത് ഇപ്പോഴാ. പക്ഷെ 2025 പോറ്റി ചോദിച്ചു, ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു, ഇത് മാറ്റാൻ കൊടുത്തില്ല. പോറ്റിയുടെ കയ്യിൽ പ്രശാന്തിന്റെ ബോർഡ് കൊടുത്തില്ല. അങ്ങനെ പോറ്റി പിന്നീട് പോയി സ്മാർട്ട് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെടുക ചെയ്തേ. ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോ അയാൾ കുറ്റവാളിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അയാളെ അടുപ്പിച്ചിട്ടില്ല. അയാളെ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. കടകംപള്ളിക്ക്, ഇനി അങ്ങ് ചോദിച്ച ചോദ്യം, കടകംപള്ളിക്ക് ബന്ധമുണ്ടോ? തീർത്ത് പറയാൻ പറ്റാത്തത് എന്തിനാണ്? നാളെ എനിക്ക് ഇവിടെ വന്നിരുന്ന് ചർച്ച ചെയ്യാൻ പറ്റും, പക്ഷെ സേനാപതി പറയുമ്പോൾ വിഷമിക്കും. അടൂർ പ്രകാശ് വളരെ നിഷ്കളങ്കനാന്ന് ഇവിടെ വാദിച്ചല്ലോ. ആ വാദിച്ചത് അദ്ദേഹത്തിന്റെ തുണയായിരിക്കട്ടെ. ഞാൻ നാളെയും മറ്റന്നാളും ഇതേ അഭിപ്രായം പറയും. കടകംപള്ളിക്ക് ഞാൻ ഒരു കൃത്യമായി പറയുന്നു, മന്ത്രി എന്ന തരത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഉത്തരവും കടകംപള്ളി കൊടുത്തിട്ടില്ല. ഒരു ഉത്തരവും കൊടുത്തിട്ടില്ല. നിങ്ങൾ കൊള്ളക്കേതായാലും ഉത്തരവിടില്ലല്ലോ. ഇപ്പൊ ഇടമലാർ കേസിൽ ഡാം പണിയുമായി ബന്ധപ്പെട്ട് ഉത്തരവിട്ടത്, പകൽക്കൊള്ളയ്ക്ക് ഉത്തരവിടായാലും മന്ത്രിക്ക് കഴിയില്ലല്ലോ. ശ്രീ ഗോപൻ, ചില വാക്കുകൾ ഉപയോഗിച്ചു. പണ്ടാരത്തെ പോലെ എന്തിനാ ശബരിമലയുടെ പടിയിൽ പോയി നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു. നിങ്ങളുടെ തറവാട്ട് വകയാണോ സാർ ശബരിമലയിലെ ശ്രീകോവിൽ അവിടെ പോയി നിൽക്കാൻ? നിങ്ങൾ അനുവാദം വേണോ ഞങ്ങളൊക്കെ അവിടെ പോയി നിൽക്കാൻ? നിങ്ങൾ പണ്ടാരം പോലെ ശബരിമലയിലെ ശ്രീകോവിലിന്റെ മുമ്പിൽ നിങ്ങൾ എന്തിനാ പോയി നിൽക്കുന്നതെന്ന്? നിങ്ങളുടെ തറവാട്ട് സ്വത്താണോ അത്? ഞങ്ങൾക്കൊക്കെ പോയി നിന്നൂടെ അവിടെ? വിശ്വാസികളാണ് സാർ അവിടെ ഈ കുഴപ്പമില്ല. വിശ്വാസത്തിന്റെ അപ്പോസലാണ് സാർ തന്ത്രി, വിശ്വാസത്തിന്റെ അപ്പോസല്ല. കോടാനുകോടി മനുഷ്യരുടെ വിയർപ്പിന്റെ തുള്ളികൾ ഏറ്റുവാങ്ങിയ ശബരിമലയിലെ വിശ്വാസത്തെ ധ്വംസിച്ചുകൊണ്ട് പുറത്തുപോയി പൂജ നടത്തി പണം ഉണ്ടാക്കുകയും, നിങ്ങളുടെ തന്നെ ഒരു ചാനലിൽ വന്നിരുന്നുകൊണ്ട് ഒരു IPS കാരൻ പറഞ്ഞല്ലോ, കോടിക്കണക്കിന് രൂപയാണ് ഈ തന്ത്രിമാർ കൈപ്പറ്റുന്നത്. 1 രൂപ നാണയം നെറ്റിക്കൊട്ടിച്ചു കൊടുത്തിട്ട് 1 കോടി രൂപ കൈക്കൂലി വാങ്ങുന്ന ആചാര ലംഘകരായിട്ടുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിങ്ങൾക്കാണോ ശബരിമല ശ്രീകോവിലിന്റെ മുമ്പിൽ പോയി വണങ്ങാനുള്ള അധികാരം? ശരി, ഷാബു പ്രസാദ്, ഈ ശബരിമല ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക ക്ഷേത്രങ്ങളുടെയും കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്, അവിടുത്തെ അവസാന വാക്ക് എന്ന് പറയുന്നത് തന്ത്രിമാരാണ്. അപ്പോ തന്ത്രിക്ക് ഈ കാര്യത്തിൽ നിർണായക റോൾ ഉണ്ട് എന്ന് SIT കണ്ടെത്തിയതുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. നോക്കുക, നിങ്ങൾക്ക് ഇപ്പോഴും തന്ത്രിയെ കുറിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. ഇവിടുത്തെ കിങ് പിൻ എന്ന് പറയുന്ന തന്ത്രിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? 100% ഞാൻ പറയുമല്ലോ. ഒരുപക്ഷെ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകൾ തുടങ്ങിയ സമയത്ത്
ഈ ഇതിന്റെ അകത്ത് ഒരുപക്ഷെ ഇതിന്റെ അകത്ത് തന്ത്രിക്കും റോളുണ്ട് എന്ന് ഏറ്റവും ആദ്യം പറഞ്ഞ വ്യക്തികളിൽ ഒരാൾ ഞാനാണ് ജിംസെ. ഒരു സംശയമില്ല. കാര്യം ആ തന്ത്രി അറിയാതെ ശബരിമല, പ്രത്യേകിച്ച് ശബരിമലയിൽ, സാധാരണ ക്ഷേത്രങ്ങളിലൊന്നും ഈ നാടുകളിലുള്ള എല്ലാ ക്ഷേത്രങ്ങൾക്കും തന്ത്രിമാരുണ്ട്. ആരാണ് തന്ത്രി എന്ന് ഒരു മനുഷ്യർക്ക് അറിയുക പോലും ഇല്ല. വല്ല ചടങ്ങുകളായിട്ട്, ആചാരപരമായ ചടങ്ങുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കും ചിലപ്പോൾ തന്ത്രി ഇവിടെ വരിക. അല്ലാതെ ആർക്കും അറിയില്ല. അതേസമയം ഈ ശബരിമലയെ സംബന്ധിച്ചുള്ള ഈ തന്ത്രിമാർ അവിടെ കിടക്കുകയാണ്. അവര് ഇതിന്റെ അകത്ത് ആ തന്ത്രി അറിയാതെ അവിടെ ഒരു ഈച്ച അണിഞ്ഞില്ല. ഈ തന്ത്രി അറിയാതെ ഈ ശ്രീകോവിലിന്റെ ഈ വാതിൽ അവിടെ ഇളക്കിക്കൊണ്ട് പോകാൻ കഴിയില്ല. ഒരു സംശയമില്ല അതിൻ്റെ അകത്ത്. തന്ത്രിക്ക് അതിൻ്റെ അകത്ത് റോളുണ്ട് എന്ന എന്റെ ഉറച്ച അഭിപ്രായം തന്നെയാണ്. അതിൻ്റെ അകത്ത് എനിക്ക് അതിൻ്റെ അകത്ത് ഒരു സംശയമില്ല. പിന്നെ ഇവിടെ പറഞ്ഞേ, വിശ്വാസികളല്ലാത്ത അതിന്റെ മുമ്പിൽ നിന്ന്, ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്നൊന്ന് ഒന്ന് തൊഴാൻ പോലും തയ്യാറാവാതെ അവിടെ കൊടുക്കുന്ന തീർത്ഥജലത്തെ പോലും അപമാനിച്ച് നിൽക്കുന്നവരെ പണ്ടാരവെന്ന് മാത്രമേ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ ചാനലിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ. എന്റെ മനസ്സിൽ പറയുന്നത് മറ്റു പലതുമാണ്. അതൊക്കെ നിങ്ങൾ ഒരു പക്ഷെ കേൾക്കുന്നുണ്ടാവും. അത് വേറെ കാര്യം. അത്രേ പറയാൻ പറ്റുള്ളൂ. അത്ര നാണം കെട്ട പണ്ടാരങ്ങളാണ് ഇവര്. അതാണ്. എന്താണ് ഇവർക്ക് കാര്യം അവിടെ? ഷാഹു പ്രസാദ്, അങ്ങനെയാണെങ്കിൽ ഈ ഇത്തരം അധിക്ഷേപ വാക്കുകളൊന്നും തന്ത്രിയെ കുറിച്ച് ഉപയോഗിക്കുന്നില്ല. തന്ത്രി കുറ്റക്കാരനാണെന്ന് പറയുന്നുണ്ട്. നോക്കൂ, അവിടെ വന്ന് തീർത്ഥജലം അപമര്യാദയെ തുടച്ചു കളഞ്ഞു എന്നുള്ളതാണ് CPM നേതാക്കൾക്കെതിരെ നിങ്ങൾ ഉന്നയിക്കുന്ന കുറ്റം. തന്ത്രി ചെയ്തതോ? തെറ്റാണെന്നേ. ആര് പക്ഷെ പണ്ടാരം പോലെ അധിക്ഷേപ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല തന്ത്രിയെ കുറിച്ച്. 100% ഞാൻ ഉറപ്പിച്ചു തന്നെ പറയുന്നു. അവിടെ തന്ത്രി അറിയാതെ അവിടെ നിന്ന് പ്രത്യേകിച്ച് ശ്രീകോവിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കില്ല. ഒരു സംശയമില്ല അക്കാര്യത്തില്. അക്കാര്യത്തിൽ ഒരു സംശയം. ED ഉദ്യോഗസ്ഥര് ഭക്തി കൊണ്ട് ഒഴിവാക്കിയതായിരിക്കുമോ തന്ത്രിയുടെ വീട്? ED വന്നിട്ടല്ലേ ഉള്ളൂ, ഇവിടെ വന്നിട്ടല്ലേ ഉള്ളൂ. കളി ഇന്റർവ്യൂലും ആയിട്ടില്ലല്ലോ. പടം കിടക്കുന്നല്ലേ ഉള്ളൂ. ശരി, ശ്രീ ദാമോദർ പ്രസാദ്, ഈ കേസ് SITയുടെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ? കോടതിയുടെ നിരീക്ഷണത്തിലാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് SIT വളരെ കൃത്യമായിട്ട് പോകണം എന്നൊന്നുമില്ല. കാര്യം കോടതിക്ക് ഒരു പരിധിയുണ്ട്. കാര്യം എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിയന്ത്രണത്തിലാണ്. മുമ്പ് പ്രതിപക്ഷ നേതാവ് തന്നെ അതിൻ്റെ അകത്ത് പോലീസ് സ്വാധീനത്തെക്കുറിച്ച് പറഞ്ഞു. എന്നാലും കോടതി നിരീക്ഷിക്കുന്നുള്ളതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ അപ്പോൾ തന്നെ നമുക്കറിയാം ഇതിനൊക്കെ ഇതുപോലെ തന്നെ ഇപ്പം നേരത്തെ ശ്രീ PK മോഹൻ പറഞ്ഞത് വസ്തുതാപരമാണെങ്കിൽ ഈ അന്വേഷണം ഇനി നീട്ടാലോ പിന്നോട്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ അതൊക്കെ ഇനിയിപ്പോൾ വലിയ ഒത്തുതീർപ്പിൻ്റെ പാതയിലേക്കാണോ പോകുന്ന കേരള ജനം സംശയിക്കേണ്ടി വരും. കാര്യം ഏതൊക്കെ തരത്തിലാണ് ഈ ഇവർക്ക് എല്ലാവർക്കും സ്വയം രക്ഷപ്പെടുകയും ക്ലീനായി പുറത്തു വരുന്നുള്ളൂ. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഒത്തുതീർപ്പുകളിലേക്കാണ് കടക്കാൻ പോകണമെന്ന് നമ്മൾക്ക് ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ അറിയാനും പോകുന്നില്ല. പ്രധാനപ്പെട്ട കാര്യം SIT അന്വേഷണം ഇപ്പോൾ ഈ കോടതി നിരീക്ഷണത്തിൽ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ഇഴഞ്ഞു നീങ്ങുന്ന പോലെ ഒരു ഇതുണ്ട്. അടുത്ത ഘട്ടത്തിലേക്ക് ഒരു നീങ്ങുന്നില്ലല്ലോ. എന്താണ് നമുക്ക് അടുത്ത ഘട്ടം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു വ്യക്തത വരാനുണ്ടെന്ന്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇതിനെ ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അത് നമ്മൾ തന്ത്രിയെക്കുറിച്ച് പറയാതിരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ഇപ്പോൾ എല്ലാവരും ഈ കാര്യത്തിൽ യോജിക്കുന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരാളെ കുറ്റമുണ്ട്. പക്ഷേ എന്താണ് തന്ത്രിക്കെതിരെ കേസ് വരാമോയെന്ന് കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാര്യം ആചാരലംഘനത്തിന് ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് കേസ് എടുക്കാനൊന്നും പറ്റുന്ന കാര്യം, ആചാരം ലംഘിച്ചു എന്നൊക്കെ പറയുന്ന കാര്യത്തിന് എന്തൊക്കെ അങ്ങനെ അവിടുന്ന് എന്താ പറയുക ദേവസ്വം ബോർഡിനൊക്കെ നീക്കാം. പക്ഷേ ക്രിമിനൽ പക്ഷേ എന്നിരുന്നാലും അയാളൊരു പങ്കാളിയാണെന്നും ഇവരൊന്നും അറിയാതെ ഈ കാര്യം നടക്കില്ല എന്ന് വളരെ വ്യക്തമാണ്. കാര്യം അങ്ങനെ അറിയാതെ ചെയ്യാൻ പറ്റില്ല കാര്യം. ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ച് അറിയാൻ വലിയ ഭക്തനല്ലാത്തതാണ് സത്യത്തിൽ അങ്ങനെ പറയാമല്ലോ. അങ്ങനെ അല്ലാത്തതുകൊണ്ടെങ്കിൽ അതിൻ്റെ മറ്റു വശങ്ങൾ അറിയില്ല. പക്ഷേ എന്നിരുന്നാലും അതിനുള്ള സാഹചര്യം നമ്മൾ മാധ്യമ റിപ്പോർട്ടുകളും അവിടുന്ന് ആൾക്കാർ ചോദിച്ച് മനസ്സിലാക്കുന്നിടത്തോളം അതുണ്ട്. പക്ഷേ വിശ്വാസവഞ്ചന അത് നടന്നിട്ടുണ്ട്. ഈ വിശ്വാസികളെ വഞ്ചിച്ചിട്ട് കൊള്ള നടത്തിയിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ പ്രതിപട്ടികയിലുള്ള ആൾക്കാർ ഇതിന് ഒത്താശ ചെയ്ത് കൊടുത്താണ്. വെറുതെ ഒരു മന്ത്രി, ദേവസ്വം മന്ത്രി ഉണ്ട്. എന്തിനീ മന്ത്രി അങ്ങനെയാണെങ്കിൽ അസംബന്ധമായിട്ടൊരു പോസ്റ്റ് വെറുതെ ഒരു മേൽനോട്ടം ഈ കോർഡിനേഷൻ നടത്താൻ ജില്ലാ കളക്ടർ നടത്താവുന്ന കാര്യം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് നടത്താവുന്ന കാര്യം. വെറുതെ ആ സ്ഥാനത്തിരിക്കുന്ന VN വാസവൻ ഒരു ഗുണമില്ലാതെ വെറുതെ ഇരിക്കുക. അയ്യപ്പ സംഘം നടത്താൻ വേണ്ടി മന്ത്രിയുടെ ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. അപ്പോൾ അത് നടത്തും. അപ്പോൾ ഇവരൊക്കെയുള്ള പങ്കും ഇവരുടെ സ്വയം പറയുന്നുള്ള കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ രണ്ടുപേരും പരസ്പരം വാദിക്കുന്നതിൽ ഒരു പങ്കില്ലായ്മയെടുത്ത് പരസ്പരം ആരോപിക്കുന്ന നിങ്ങൾക്ക് പങ്കുണ്ട്, പരസ്പരം അത് എനിക്ക് പങ്കില്ല എന്ന് പറയുന്നില്ല. UDF അത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരു പൊതു പിക്ചർ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നടന്നിട്ടുള്ള കവർച്ചയ്ക്കകത്ത് രാഷ്ട്രീയമായിട്ടുള്ള നേതൃത്വത്തിന് വലിയ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ ഇത്തരം കൊള്ളകൾ അവസാനിക്കാൻ ഈ അന്വേഷണത്തിന് തുറച്ചുകൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം. നന്ദി ശ്രീ ദാമോദർ പ്രസാദ്, ഷാബു പ്രസാദ്, സേനാപതി വേണു, ഡോക്ടർ PK ഗോപൻ.